ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 ബീംസ് ആൻഡ് ബെൻഡിങ്, ബീംസ് ആൻഡ് ബെൻഡിങ്, മെയിൻലി deflection of beams, deflection of beams. ബീംസ് ആൻഡ് ബെൻഡിങ്സിൻ്റെ ഇൻട്രഡക്ഷൻ നമ്മൾ TS1 പഠിച്ചു. തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. ബെൻഡിങ് ഫോർമുല M/I = F/Y = E/R. ഇവിടെ ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, നമുക്കറിയാം നമ്മളൊരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ 2 ക്രൈറ്റീരിയയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് 2 ക്രൈറ്റീരിയ? ഒന്നാമത്തത് സ്ട്രെങ്ത് ക്രൈറ്റീരിയ, സ്ട്രെങ്ത്. രണ്ടാമത്തത് സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ, സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ്. These are the 2 criteria to be satisfied for designing a beam, strength and stiffness. When we consider the strength criteria എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഏതൊക്കെയാണ്? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. അത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചു TS1. വാട്ട് ഈസ് ഷിയർ ഫോഴ്സ് ആൻഡ് വാട്ട് ഈസ് ബെൻഡിങ് മൊമെൻറ്റ്, and about the shear stress and bending stress developed in a beam. ഈ 2 ക്രൈറ്റീരിയ ആണ് നമ്മൾ സ്ട്രെങ്ത്തിൽ ഡിസ്കസ് ചെയ്യുക. സ്ട്രെങ്ത്തിൽ വരുന്ന 2 ആക്ഷൻസ് ആണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്, ആ ബീമിൽ വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ്, ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടാണ് അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്, സ്ട്രെങ്ത് ക്രൈറ്റീരിയയിൽ നോക്കുന്നത്. രണ്ടാമത്തത് സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഫ്ലക്ഷൻ. നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ. ആ ചെക്കിങ് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2 ക്രൈറ്റീരിയ കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലേ ഡിസൈൻ കറക്റ്റ് ആവുള്ളൂ. സ്ട്രെങ്ത് ക്രൈറ്റീരിയ ആൻഡ് സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ. അതിൽ സ്ട്രെങ്ത് ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അബൌട്ട് ദ ഷിയർ സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ് ഓർ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് ഫോഴ്സ്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ. എന്താണ് ഡിഫ്ലക്ഷൻ? അപ്പോൾ ഡിഫ്ലക്ഷൻ നമ്മൾ പറയുമ്പോൾ 2 ടേംസ് വരുന്നുണ്ട്. ഒന്ന് സ്ലോപ്പ്, രണ്ടാമത്തത് ഡിഫ്ലക്ഷൻ. സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. നമ്മൾ ലാസ്റ്റ് സെമ്മിൽ പലതരം ബീംസിനെ പറ്റി പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്: കാൻഡിലിവർ ബീംസ്, സിംപ്ലി സപ്പോർട്ട് ബീംസ്, ഫിക്സ്ഡ് ബീംസ്, കണ്ടിന്യൂസ് ബീംസ് ആൻഡ് ഓവർ ഹാങ്ങിങ് ബീംസ്. ഇതെല്ലാറ്റിലും അതിൻ്റെ ബെൻഡിങ് കർവേച്ചർ ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കാൻഡിലിവർ ബീം കൺസിഡർ ചെയ്തു. എ കാൻഡിലിവർ ബീം വിച്ച് ഈസ് ഫിക്സ്ഡ് അറ്റ് one end ആൻഡ് ഫ്രീ അറ്റ് ദ other end. Sorry, the subject theory of structures 2. Theory of structures 2, 4014 code. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് about the slope and deflection. എന്താണ്? ഒരു കാൻഡിലിവർ ബീം which is fixed at one end and the other end is free. ഇതിൻ്റെ കർവേച്ചർ എങ്ങനെയാണ്? ബെൻഡിങ് കർവേച്ചർ. ഈ എൻഡ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ബെൻഡിങ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ബെൻഡിങ് ഷേപ്പ് അല്ലേ? ഇത് ബീമിൽ ട്രാൻസ്വേഴ്സ് ലോഡ് വരുമ്പോൾ, ഇതിൽ ട്രാൻസ്വേഴ്സ് ലോഡ് വരുന്ന സമയത്ത് ദ നേച്ചർ ഓഫ് ബെൻഡിങ് വിൽ ബി ലൈക്ക് ദിസ്. കോൺവെക്സിറ്റി ആണത് അല്ലേ? കോൺവെക്സിറ്റി അപ്വേർഡ്സ്. ഇങ്ങനെയാണ് ഇത് ബെൻഡ് ചെയ്യുക.
ഇനി ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ട്രാൻസ്വേഴ്സ് ലോഡ്, it will bend like this, concavity upwards. Concavity. Now, a fixed beam, the fixed beam എന്ന് പറയുമ്പോൾ രണ്ടെന്നും ഫിക്സ്ഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ കർവേച്ചർ വരുന്നത്? ഇതിൻ്റെ കർവേച്ചർ വരിക, തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ കർവേച്ചർ അല്ലേ? ഇനി ഒരു ഓവർ ഹാങ്ങിങ് ബീം, സിംഗിൾ ഓവർ ഹാങ്ങിങ് ബീം ആണെങ്കിൽ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ് അത് കോൺകേവിറ്റി, ദെൻ ഓവർ ഹാങ്ങിങ് പാർട്ടിൽ കോൺവെക്സിറ്റി ആയിരിക്കും, നേച്ചർ ഓഫ് ബെൻഡിങ്. വാട്ട് അബൌട്ട് ദ കണ്ടിന്യൂസ് ബീം? കണ്ടിന്യൂസ് ബീമിൽ ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ് കോൺകേവിറ്റി ആൻഡ് അറ്റ് ദ സപ്പോർട്ട് കോൺവെക്സിറ്റി. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ നേച്ചർ ഓഫ് bending. So the nature of bending depends upon the type of the beam when the transverse loads acts on it. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന രണ്ട് ടേം ആണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്ലോപ്പ്, എന്താണ് ഡിഫ്ലക്ഷൻ? സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് എനി പോയിന്റ് ഓൺ ദ കർവ്. ഈ കർവേച്ചറിൽ വരുന്ന ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഈ കാൻഡിലിവർ ബീമിൽ നമ്മളിവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ഓർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ ഈ കർവിന് വരയ്ക്കുന്ന ടാൻജൻറ്റും സെൻട്രൽ ലൈൻ ഓഫ് ദ ബീം മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് ഈസ് ദ സ്ലോപ്പ്. Slope is an angle. Slope is an angle made by the point at the curve and the center line of the beam. That is known as the slope. So that will vary from point to point. ഇപ്പോൾ ഇവിടെയാണ് പോയിന്റ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് അവിടുത്തെ ടാൻജൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും. അതാണ് ആ പോയിന്റിലെ സ്ലോപ്പ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പോയിന്റിൽ സപ്പോസ് എ ഇസ് ദ ഫിക്സ്ഡ് എൻഡ് ആൻഡ് ബി ഇസ് ദ ഫ്രീ എൻഡ്. എയിൽ എന്തായിരിക്കും സ്ലോപ്പ്? എ എന്ന് പറയുന്ന പോയിന്റിൽ സെൻറ്റർ ലൈൻ ഓഫ് ദ ബീമും അവിടെ നോ കർവേച്ചർ അറ്റ് ദാറ്റ് പോയിന്റ്, സോ ദാറ്റ് മീൻസ് സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു 0. അവിടെയുള്ള ആംഗിൾ 0 ആണ്. സോ സ്ലോപ്പ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0, whereas സ്ലോപ്പ് അറ്റ് ബി ഈസ് മാക്സിമം ഇൻ ദിസ് കേസ്. അപ്പോൾ മാക്സിമം സ്ലോപ്പ് വരുന്നത് കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ ഫ്രീ എൻഡിലാണ്. ഫ്രീ എൻഡിലാണ് മാക്സിമം സ്ലോപ്പ്, whereas at the fixed end slope is equal to 0. അതാണ് സ്ലോപ്പിൻ്റെ കേസ്. ഇനി വാട്ട് ഈസ് ദ ഡിഫ്ലക്ഷൻ? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻ്റർസെപ്റ്റ്, ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ കർവ് ആൻഡ് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബീം. ഇപ്പോൾ ബിയിലെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർവേച്ചറിലുള്ള പോയിന്റും സെൻട്രൽ ലൈൻ ഓഫ് ദ ബീം എന്നുള്ള വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഇതാണ് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ. സേ വൈ ബി. ഇത് നമ്മൾ സ്ലോപ്പ് ഐ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഐ ബി, ഐ സഫിക്സ് ബി, സ്ലോപ്പ് അറ്റ് ബി. അല്ലെങ്കിൽ തീറ്റ വെച്ചും പറയാറുണ്ട്. തീറ്റ ബി എന്ന് പറയുമ്പോൾ സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് ബി. ഓക്കെ, രണ്ട് നൊട്ടേഷനുണ്ട്. ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് ബി, വൈ ബി. അങ്ങനെ ഓരോ പോയിന്റും ഡിഫ്ലക്ഷൻ ഡിഫറെൻ്റ് ആണ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ എയിലെത്തുമ്പോൾ ദർ ഇസ് നോ കർവേച്ചർ, സോ ദാറ്റ് മീൻസ് വൈ എ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഐ എയും 0 ആണ്, സ്ലോപ്പ് അറ്റ് എ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് എ ഇസ് ഈക്വൽ ടു 0. Whereas at the point B, slope is the maximum and deflection also the maximum at B. Clear ആണല്ലോ? കാൻഡിലിവർ ബീമിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. The maximum slope will occur at the free end. The minimum or the slope and deflection at the fixed end will be equal to 0. 0 ആയിരിക്കും. Okay? Now, take the second case. A simply supported beam. In the case of a simply supported beam, the slope will be maximum at the two supports. ഇവിടെ നോക്കുക, ഈ സപ്പോർട്ടിലാണ് നമ്മൾ ഈ പോയിന്റിൽ ടാൻജൻറ്റ് വരയ്ക്കുമ്പോഴായിരിക്കും മാക്സിമം ആംഗിൾ കിട്ടുന്നത്. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ തീറ്റ എ ആൻഡ് തീറ്റ ബി അല്ലേ? ഇത് രണ്ടുമായിരിക്കും മാക്സിമം സ്ലോപ്പ്. സോ ദാറ്റ് മീൻസ് ദ സ്ലോപ്പ് വിൽ ബി മാക്സിമം അറ്റ് ദ ടു സപ്പോർട്ട്സ് എന്ന് പറയാം. The slopes in the case of a simply supported beam will be maximum at the two supports, whereas at the center, at the middle of the beam, what is the slope here? Slope എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? The angle between the tangent at that point and the center line of the beam. അതാണ് സ്ലോപ്പ്.
അപ്പോൾ ഇവിടെ ടാൻജൻറ്റ് വരക്കുമ്പോൾ എന്തായിരിക്കും? ഈ കർവിന് ഈ പോയിന്റ് ടാൻജൻറ്റ് വരക്കുമ്പോൾ ദാറ്റ്സ് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബീം. അതൊരു ഹൊറിസോണ്ടൽ ലൈൻ തന്നെയാണ്, ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ്. സോ വാട്ട് ഈസ് ദ സ്ലോപ്പ്? So if there are two parallel lines, there is no slope, there is no angle. So slope at this point will be equal to 0. അപ്പോൾ മിഡിൽ സെൻറ്ററിൽ സ്ലോപ്പ് 0 ആണ്, whereas maximum at the two supports. ഇനി ഡിഫ്ലക്ഷൻ്റെ കേസ് നോക്കാം. ഡിഫ്ലക്ഷൻ വിൽ ബി 0 at the two supports. അല്ല, എയിലും ബിയിലും ഡിഫ്ലക്ഷൻ ഇല്ല, 0 ആണ്. ആൻഡ് ഇസ് ഗ്രാജുവലി ഇൻക്രീസിങ്, മാക്സിമം അറ്റ് ദ സെൻറ്റർ. മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ്? സെൻറ്ററിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഇൻ ദ കേസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇപ്പം എന്താ കൺക്ലൂഷൻ? ഇൻ എ സിംപ്ലി സപ്പോർട്ട് ബീം the slopes will be maximum at the two supports and the deflections will be 0 at A and B, like support. The maximum deflection will be at the center, whereas slope will be 0 at the center. Is it clear? Okay. Next, in the case of a fixed beam of span L, see the curvature here. It's very clear that at A and B both the slope and deflections are 0. At A and B there is no curvature, so both the slope and deflections are 0. പക്ഷേ സിംപ്ലി സപ്പോർട്ട് ബീമിൽ സ്ലോപ്പ് 0 അല്ല, there is a maximum. There is a difference between a fixed beam and a simply supported beam. Similarly, the maximum deflection will be at the center here in the case of a fixed beam, and 0, the slope will be 0 at the middle. At the center of the beam, it is the slope 0 but deflection maximum. Right? So the differences between cantilever, simply supported and fixed beams. Now, in the case of a overhanging beam, see, it was A, B and C. At A and B, slopes are maximum, whereas at this point, when we consider the end here, the slope at this point will be this angle. Here, the angle between the tangent and the center line of the beam. And the deflections are maximum here, here 0, here 0, and at this free end, the maximum deflection is this one. Okay, the vertical intercept. അതുപോലെ കണ്ടിന്യൂസ് ബീം ആണെങ്കിലും സ്ലോപ്സ് ഇവിടെ ഈ പോയിന്റിലെല്ലാം എന്ത് വരും? ഇവിടെ എല്ലാം മാക്സിമം വരും, ഡിഫ്ലക്ഷൻസ് 0 ആയിരിക്കും. ഇവിടെ ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത് കർവിൻ്റെ ഇൻ്റർസെപ്റ്റ് ഏറ്റവും കൂടുതലുള്ള പോയിന്റിലായിരിക്കും. സിമെട്രിക്കൽ ബീം ആണെങ്കിൽ സെൻട്രലായിരിക്കും. എപ്പോഴും സെൻട്രൽ ആയിക്കൊള്ളുന്നില്ല. അൺസിമെട്രിക്കൽ ലോഡിംഗ് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് കം അറ്റ് ദ സെൻറ്റർ. സിമെട്രിക്കൽ ലോഡിംഗ് ആണെങ്കിൽ സെൻട്രലായിരിക്കും അതിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്നത്. ഇപ്പോൾ രണ്ടും ക്ലിയർ ആയല്ലോ? സ്റ്റേറ്റ്മെൻറ്റ്സ്: സ്ലോപ്പ് is the angle between the tangent at any point on the curvature and the center line of the beam. Deflection is the vertical intercept between the point on the curve and the center line of the beam. അതാണ് സ്ലോപ്പും ഡിഫ്ലക്ഷൻ. സ്ലോപ്പ് വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ആംഗിൾ ഓർ ഇൻ റേഡിയൻസ്. ഇപ്പോൾ ചിലപ്പോൾ പ്രോബ്ലം തരുമ്പോൾ ആംഗിൾ പറഞ്ഞിട്ട് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. റേഡിയൻ ചിലപ്പോൾ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ വേണ്ടി വരും. അത് ഞാൻ കൺവേർഷൻ അറിയാമല്ലോ. വാട്ട് ഈസ് 1 degree? 1 degree is equal to pi by 180 radians. ഒരു ഡിഗ്രിയെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 radian is equal to 180 by pi degrees. അല്ലേ? കൺവേർഷൻ ഓഫ് ഡിഗ്രി ടു റേഡിയൻ ആൻഡ് റേഡിയൻ ടു ഡിഗ്രീസ്. അപ്പോൾ ഇതാണ് ഡിഫറെൻ്റ് കേസസ്. ഇനിയാണ് നമ്മൾ ഓരോ കേസ് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ കേസുകളും കാന്റിലിവർ, സിംപ്ലി സപ്പോർട്ടഡ്, ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് സ്ലോപ്പ്, എന്താണ് ഡിഫ്ലക്ഷൻ, എവിടെയാണ് മാക്സിമം സ്ലോപ്പ് വരുന്നത്, എവിടെയാണ് മാക്സിമം ഡിഫ്ലക്ഷൻ, ഏത് പോയിന്റിലാണ് സ്ലോപ്പ് 0, ഏത് പോയിന്റിലാണ് ഡിഫ്ലക്ഷൻ 0. ഈ കേസുകളെല്ലാം നമ്മൾ നോക്കി. ഓക്കെ, ഇനിയാണ് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. ഇതൊക്കെ അതിൻ്റെ ബേസിക് തിയറിയാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, there are two methods by which we can find out the slope and deflection. ഏതാണ് മെത്തേഡ്സ്? നമ്പർ 1, ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്. Double integration method. And number 2, area moment method. Area moment
method, or it is also known as method by Moore's theorems. Moore's theorems. And 3 ഒരു മെത്തേഡും കൂടി ഉണ്ട്, മെക്കോളേഴ്സ് മെത്തേഡ്. പക്ഷെ അത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എപ്പോഴും ഈ 2 മെത്തേഡിലും ആയിരിക്കും, ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ആൻഡ് ഏരിയ മൊമെൻറ്റ് മെത്തേഡ്. ഇപ്പോൾ ആ 2 മെത്തേഡായിരിക്കും ഇപ്പോൾ നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്? ടു ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് എനി പോയിന്റ് ഓൺ ദ ബീം. അതാദ്യം നമുക്ക് നോക്കാം, എന്നിട്ട് അതിലെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. സി, we consider first a very simple case, a cantilever beam of length L carrying a point load W at the center, at the free end A and B. B is the free end, A the fixed end. Length of the beam L. Okay, so we want to find out the slope and deflection. സെയിം ക്വസ്റ്റ്യന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഏപ്രിൽ 2019 ആണ്, എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എ കാൻറ്റിലിവർ ഓഫ് ലെങ്ത് L ക്യാരിയിങ് എ പോയിന്റ് ലോഡ് W അറ്റ് ദ ഫ്രീ എൻഡ്. ഇതിൻ്റെ നേച്ചർ ഓഫ് ബെൻഡിങ് അറിയാം, ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ നേച്ചർ ഓഫ് ബെൻഡിങ് വരുന്നത്, കർവേച്ചർ. ഓക്കെ, മാക്സിമം ഡിഫ്ലക്ഷൻ ഇവിടെയാണ് YB, maximum slope at the point here, that is theta B അല്ലെങ്കിൽ IB, maximum slope and maximum deflection. Now to find out the equations, to find out the slope at any point, അപ്പോൾ ഏത് പോയിന്റിലെയും സ്ലോപ്പ് നമുക്ക് പിന്നെ B മുതൽ A വരെയുള്ള ഏത് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്ലോപ്പ് കാണാൻ പറ്റണം. മാക്സിമം സ്ലോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എക്സാമിനേഷന് അധികം മാക്സിമം സ്ലോപ്പാണ് ചോദിക്കുക, പക്ഷേ ചില കേസുകൾ ഇത് ഡിറൈവ് ചെയ്യാനും കൂടി ചോദിക്കും. ഈ സിമ്പിൾ കേസ് എല്ലാം ഡിറൈവ് ചെയ്യാനുണ്ടാവില്ല, ഈ സിമ്പിൾ കേസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. മറ്റതിൽ വെറും പ്രോബ്ലംസ് മാത്രമായിരിക്കും വരിക, സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡിറൈവ് ചെയ്യാം? സി ഹിയർ വി ആർ കൺസിഡറിങ് എ സെക്ഷൻ എക്സ്, ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ് XX അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം B, സ്മോൾ x ഫ്രം B. Consider a section XX at a distance x from the free end. Now, ഇതിനെല്ലാം യൂസ് ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? M is equal to, ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഇത് ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതി. M is equal to EI into d square y by dx square. It's a partial differential equation, അല്ലേ? M is equal to EI into d square y by dx square. എന്താണ് E? E is the Young's modulus of the material of the beam, I the moment of inertia, M the maximum bending moment, d square y by dx square, second derivative of y with respect to x, അതല്ല d square y by dx square. ഇതാണ് ജനറലായിട്ട് ഉള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് M is equal to EI into d square y by dx square. ഇതിനെ ഒരു പ്രാവശ്യം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ എന്താ വരിക? ഇൻ്റഗ്രൽ ഓഫ് M ഈക്വൽസ് E and I are constants. ഇത് രണ്ടും കോൺസ്റ്റൻസ് ആയതുകൊണ്ട് we can take it outside. EI into integral of d square y by dx square, അല്ലേ? d square y by dx square. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെക്ഷനിലുള്ള ഏത് പോയിന്റിലെയും നമുക്ക് സ്ലോപ്പും ഡിഫ്ലക്ഷനും കാണണമെങ്കിൽ അവിടുത്തെ മൊമെൻറ്റ് എടുക്കണം. ആ പോയിന്റിലുള്ള മൊമെൻ്റാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് d square y by dx square ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? നമുക്ക് dy by dx ആണ് വരിക, അല്ലേ? dy by dx, അതാണ് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ. ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ dy by dx എന്തായിട്ട് വരും? അത് y ആയിട്ട് വരും, y. അപ്പോൾ ഈ dy by dx ആണ് സ്ലോപ്പ്, dy by dx ആണ് സ്ലോപ്പ്.
കാരണം ഒരു ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ആംഗിൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? dy/dx, വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ, അതാണ് ആംഗിൾ. അപ്പോൾ ദാറ്റ്സ് എ സ്ലോപ്പ്. ഇപ്പോൾ സ്ലോപ്പ് ഈ ഇക്വേഷനെ ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് സ്ലോപ്പ്. വീണ്ടും ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡിഫ്ലക്ഷൻ y. dy/dx വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ആണല്ലോ കിട്ടുന്നത്. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. y ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് dy/dx, ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d²/dx, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇൻറ്റഗ്രേഷൻ. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy/dx കിട്ടും, അതിനൊന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനാണ് ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഓരോ ഇൻറ്റഗ്രേഷനിൽ എന്താ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഇൻറ്റഗ്രേഷനിൽ സ്ലോപ്പ് കിട്ടും, രണ്ടാമത്തെ ഇൻറ്റഗ്രേഷനിലാണ് നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ കേസ് ജനറൽ ആയിട്ടുള്ള കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിന് ഈ പെർട്ടിക്കുലർ കേസിൽ വാട്ട് ഈസ് mx? ഞാൻ പറഞ്ഞു ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാൻ അറ്റ് എ ഡിസ്റ്റൻസ് x. സോ വാട്ട് ഈസ് mx? ആ പോയിന്റിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്താണ്? ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. What is mx? mx will be equal to the algebraic sum of അല്ലേ മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ there is only one load, w into x ആണ് എക്സിലേക്കുള്ള മൊമെൻറ്റ്. ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. there is no other load. so mx is equal to, അത് നമുക്കിനി ഡയറക്ഷൻ, നമ്മൾ സൈൻ കൺവെൻഷൻ, ഇപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ഇത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അബൌട്ട് ദ പോയിന്റ് എക്സ്, അത് നെഗറ്റീവായിട്ട് എടുക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവായിട്ട് എടുക്കാം. അത് ഈ കേസിൽ പിന്നെ ഡിഫറൻഷ്യൻ്റെ കേസിൽ പോസിറ്റീവ് എടുത്താലും നെഗറ്റീവ് എടുത്താലും പ്രശ്നം വരുന്നില്ല. നമ്മുടെ ന്യൂമറിക്കൽ ഇത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ഇത് പിന്നെ w into x അത് പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ -w into x എന്ന് എഴുതിയാൽ മതി, ഇറ്റ്സ് നോ പ്രോബ്ലം. w into x ആണ് mx, ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, നോ അതർ ലോഡ്സ്. ഇതാണ് mx. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? m is equal to ei into d²/dx². സോ ഇൻ്റഗ്രേറ്റിംഗ് എന്താണ്? m is equal to ei into d²/dx². ഇതിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതണം. അപ്പോൾ ei into d²/dx² ഈസ് ഈക്വൽ ടു m ആണ് നമ്മുടെ ഇക്വേഷൻ. ഇൻ്റഗ്രേറ്റിംഗ്, ഇവിടുത്തെ കേസ് വാട്ട് ഈസ് m? w into x ആണ്. നമ്മുടെ ഈ കേസിൽ mx is equal to w into x. സോ ഇൻ്റഗ്രേറ്റിംഗ്, ഫസ്റ്റ് ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഇതെന്ത് വരുന്നു? ഇത് ei into dy/dx. ei കോൺസ്റ്റൻ്റ് ആണ്. d²/dx² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dy/dx ഈക്വൽസ്, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. w into x എന്താണ്? w is കോൺസ്റ്റൻറ്റ് അല്ലേ, x ആണ് വേരിയബിൾ. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? w into x ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരുന്നത്? x²/2. w into x²/2 അല്ലേ, പ്ലസ് ഫസ്റ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, അത് c1. ലെറ്റ് c1 be the first constant of integration. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു, റൈറ്റ്? again one more, again integrating. എന്താ വരിക? ei കോൺസ്റ്റൻറ്റ്, dy/dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ഈക്വൽസ് w into എന്താണ്? x²/2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x² ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് x³/3 കിട്ടും അല്ലേ. എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് x⁻1 + 1, അതാണ് x²/2 കിട്ടിയത്. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ n+1, അപ്പോൾ x³/3 into 2, അപ്പോൾ w x³/6, w x³ divided by 6 plus c1 into x plus c2, where c2 is the second constant of integration. c1 integrate ചെയ്യുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് into x plus c2 the second constant of integration. ഈ രണ്ട് ഇക്വേഷനാണ് നമുക്കിത് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ dy/dx, ഇത് ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് എനി പോയിന്റ് ഓൺ ദ, ഏത് പോയിന്റിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കാണാം. എക്സിൻ്റെ വാല്യൂ ആ വാല്യൂ കൊടുത്താൽ മതി. എക്സിന് 1 മീറ്റർ കൊടുക്കുകയാണെങ്കിൽ ബിയിൽ നിന്ന് 1 മീറ്ററിലുള്ള സ്ലോപ്പ് കിട്ടും അല്ല ഈ ഇക്വേഷനിൽ. ഇവിടെ ഈ ഇക്വേഷനാണ് കൊടുക്കുന്നതെങ്കിൽ ആ പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ c1ഉം c2ഉം കാണണം. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ കണ്ടിട്ടില്ല, അതും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇക്വേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ei into dy/dx = wx² by 2 plus c1. c1 കാണാൻ ഇത് സ്ലോപ്പിൻ്റെ ഇക്വേഷനാണ്.
അപ്പോൾ ഈ ഇതിൽ നോക്കുക, എവിടെയാണ് സ്ലോപ്പ് 0 ആകുന്നുള്ള പോയിന്റ് നോക്കണം. നമ്മൾ നേരത്തെ പഠിച്ചു എവിടെയാണ് സ്ലോപ്പ് 0 ഈ കേസിൽ. ദ സ്ലോപ്പ് ഈസ് 0 അറ്റ് ദ ഫിക്സ്ഡ് എൻഡ് ആൻഡ് മാക്സിമം അറ്റ് ദ ഫ്രീ എൻഡ്. അല്ലേ? സ്ലോപ്പ് മാക്സിമം ഫ്രീ എൻഡിലാണ്, 0 ഉള്ളത് എയിലാണ്. അപ്പോൾ എന്ത് പറയാം നമുക്ക്? അറ്റ് എ എക്സിൻ്റെ വാല്യൂ എന്താണ്? അറ്റ് എ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്നാണ് നമ്മൾ ഒറിജിനായിട്ട് എടുക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു സെക്ഷൻ എക്സ് കൺസിഡർ ചെയ്തിട്ട് ഫ്രീ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് എക്സ് എടുത്തത്. അതിന് പകരം ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് എടുക്കുകയാണെങ്കിൽ മറ്റേത് L - x വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ ഇത് എക്സ് ആണെങ്കിൽ നമ്മൾ എ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബി മുതൽ എ വരെ ഡിസ്റ്റൻസ് L ആണ്, ലെങ്ത് ഓഫ് ദ ബീം. സോ അറ്റ് എ എക്സ് ഈസ് ഈക്വൽ ടു L എന്നെടുക്കണം. ബി ആണെങ്കിൽ വാട്ട് ഈസ് എക്സ്? ബിയിൽ എക്സ് 0 ആണ്. ബി ആണ് ഒറിജിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ബിയിൽ എക്സ് 0, ഇവിടെ എത്തുമ്പോൾ അത് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇവിടെ എത്തുമ്പോഴോ അത് L, ദാറ്റ് ഇസ് ഗിവൺ ലെങ്ത് ഓഫ് ദ ബീം. സോ എക്സ് ഈസ് ഈക്വൽ ടു L ആൻഡ് dy/dx ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ എയിൽ dy/dx 0 ആണ്, സ്ലോപ്പില്ലല്ലോ. dy/dx 0. ഈ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ഫസ്റ്റ് ഇക്വേഷനിൽ. ഇതാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ അല്ലേ? ആ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, EI dy/dx 0 ആണല്ലോ. അപ്പോൾ EI ഇൻറ്റു 0 ഈക്വൽസ് W ഇൻറ്റു x²/2. അവിടെ എക്സിന് എന്ത് കൊടുക്കണം? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു L ആണ്. സോ W ഇൻറ്റു L²/2 പ്ലസ് C1. EI into 0 is equal to 0. 0 equals W L²/2 plus C1. Therefore, C1 equals, അപ്പോൾ എന്താ C1 വരിക? മൈനസ് W L²/2 എന്ന് കിട്ടി. C1ൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? മൈനസ് W L²/2. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഇപ്പോൾ കിട്ടി. ഇപ്പോൾ C1ൻ്റെ വാല്യൂ കിട്ടിയപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ EI ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു Wx²/2 പ്ലസ് C1 ആയിരുന്നു. ആ C1ൻ്റെ വാല്യൂ ആണ് മൈനസ് W L²/2. ഓക്കെ, ഇനിയാണ് രണ്ടാമത് നമ്മൾ ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് കിട്ടി? EI ഇൻറ്റു y ഈക്വൽസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ W ഇൻറ്റു x² ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³/6, 3 into 2 ആണ്, x³/3 into 2, ഇപ്പോൾ 6 മൈനസ് ഇതെന്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരിക? W L²/2 ഇൻറ്റു എക്സ് അല്ലേ? W L²/2 ഇൻറ്റു എക്സ് പ്ലസ് C2, where C2 is the second constant of integration. ഇനി C2 കാണണം. C2 കാണാൻ എന്താ നമ്മൾ നോക്കേണ്ടത്? y എവിടെയാണ് 0? ബീമിൽ ഡിഫ്ലക്ഷൻ 0 ഉള്ള പോയിന്റ് ഏതാണ്? ഡിഫ്ലക്ഷൻ 0 ഉള്ള പോയിന്റും എ തന്നെയാണ്. ഇവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ ആണ്, ഇവിടെയാണ് ഡിഫ്ലക്ഷൻ 0. അപ്പോൾ x ഈസ് ഈക്വൽ ടു L ആൻഡ് y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തെഴുതണം? അറ്റ് എ y ഈസ് ഈക്വൽ ടു അറ്റ് എ x ഈസ് ഈക്വൽ ടു L ആൻഡ് y ഈസ് ഈക്വൽ ടു 0. x L ആണ്, ഡിഫ്ലക്ഷൻ 0 ആണ്. Substituting these values in the second equation, EI into y, that means 0 equals W into x is on the L³/6 minus W L²/2 into x in L plus C2 plus C2. അപ്പോൾ ഇതെന്തായി? W0 equals W L³/6 minus W L³/2 plus C2 അല്ലേ? 0 equals W L³/6 minus W L³/2 plus C2. അപ്പോൾ എന്തായിരിക്കും C2 വരിക? Therefore ഇത് 0 equals, ശ്രദ്ധിക്കുക, 0 equals W L³/6 minus W L³/2 എന്ത് വരും? W L³ മൈനസ് ഇവിടെ 6 ആണ്, LC എടുക്കുമ്പോൾ ഇവിടെ 3W L³ ഡിവൈഡഡ് ബൈ 6 പ്ലസ് C2. അപ്പോൾ ദിസ് ഈസ് മൈനസ് 2W L³ by 6
plus C2, 0 equals, therefore C2 equals 263 minus WLQ by 3. അപ്പോൾ C2വിൻ്റെ വാല്യൂ മൈനസ് WLQ by 3 എന്ന് കിട്ടി. ആ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ഇക്വേഷൻ ഇവിടെ നോക്കുക. EI into Y equals WX cube by 6 minus WL squared by 2 into X plus C2 ആണ് നമ്മൾ പഠിച്ചത്. ആ C2 minus WL cube by 3, that is equation number 2. അപ്പോൾ രണ്ട് ഇക്വേഷനാണ് നമുക്ക് കിട്ടിയത്. ഒന്നാമത്തെ ഇക്വേഷൻ EI into dy by dx is equal to WX squared by 2 minus WL squared by 2. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. Using this equation you can find out the slope at any point. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് പോയിന്റിലെയും സ്ലോപ്പ് കാണാം. ഫസ്റ്റ് ഇക്വേഷൻ EI into dy by dx is equal to WX squared by 2 minus WL squared by 2. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. EI into Y, അത് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ്. അതുപയോഗിച്ച് ഏത് പോയിന്റിലെയും ഡിഫ്ലക്ഷനും കാണാം at any point on the beam, റൈറ്റ്? പക്ഷേ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക ടു ഫൈൻഡ് ഔട്ട് ദ, ഏതെങ്കിലും പോയിന്റ് അല്ല ചോദിക്കുക, മാക്സിമം സ്ലോപ്പ് അല്ലെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ കാണാൻ പറയും. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ നമ്മളങ്ങ് കൊടുത്താൽ മതി. നമുക്കറിയാം മാക്സിമം സ്ലോപ്പ് വരുന്നത് ബിയിലാണ്, മാക്സിമം ഡിഫ്ലക്ഷനും വരുന്നത് ബിയിലാണ്, രണ്ടും ബിയിലാണ്, റൈറ്റ്? അപ്പോൾ രണ്ടും ബിയിലായതുകൊണ്ട് നമുക്ക് വാട്ട് ഈസ് ദ മാക്സിമം സ്ലോപ്പ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ? മാക്സിമം സ്ലോപ്പ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ ഇവിടെ ശ്രദ്ധിക്കുക. മാക്സിമം സ്ലോപ്പ് കിട്ടണമെങ്കിൽ ഈ ഫോർമുലയിൽ EI ഇൻറ്റു IB അല്ലെങ്കിൽ തീറ്റ ബി, അതിൻ്റെ നൊട്ടേഷൻ ബിയിലെ സ്ലോപ്പ് എന്നാണ് അർത്ഥം. ഞാനീ പറഞ്ഞ dy/dx അറ്റ് ബി, അതാണ് IB, അല്ലെങ്കിൽ തീറ്റ ബി എന്ന് എഴുതിയാലും മതി. രണ്ട് നൊട്ടേഷനും കൊടുക്കാറുണ്ട് ബുക്കിൽ. ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. ഒന്നുകിൽ IB സ്മോൾ I സഫിക്സ് ബി എടുക്കുക, അല്ലെങ്കിൽ തീറ്റ സഫിക്സ് ബി എടുക്കുക. അതിൻ്റെ അർത്ഥം സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് ബി എന്നാണ്. EI ഇൻറ്റു IB ഈക്വൽസ് WX സ്ക്വയർഡ് ബൈ 2 മൈനസ് WL സ്ക്വയർഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. ദ മാക്സിമം സ്ലോപ്പ് വി നോ ദാറ്റ് വിൽ occur at the point B where x is equal to എത്രയാണ്? ബിയിൽ എക്സ് 0 ആണ്. ബി അല്ലേ ഒറിജിനായിട്ട് എടുക്കുന്നത്. ബി നമ്മൾ എക്സ് ഇങ്ങോട്ട് എടുക്കുന്നത്, ബി ഒറിജിനാണ്, അവിടെ എക്സ് 0 ആണ്. അപ്പോൾ അറ്റ് ബി, റൈറ്റ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മാക്സിമം സ്ലോപ്പാണ്. ആദ്യം മാക്സിമം സ്ലോപ്പ് കാണുന്നത് ബിയിലാണ്. അപ്പോൾ അറ്റ് ബി എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഈസ് ഈക്വൽ ടു 0 ഇവിടെ കൊടുത്ത് നോക്കാം. EI ഇൻറ്റു IB ഈക്വൽസ് എക്സ് 0 ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയി. ബാക്കി എന്താ വരുന്നത്? മൈനസ് WL സ്ക്വയർഡ് ബൈ 2. Therefore IB ഈക്വൽസ് മൈനസ് WL squared by 2EI. This is the equation to find out the maximum slope in the case of a cantilever carrying a point load W at the free end. ഇതാണ് ഡെറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മാക്സിമം സ്ലോപ്പ് IB ഈക്വൽസ് മൈനസ് WL സ്ക്വയർഡ് ബൈ 2EI, where E is the Young's modulus, I is the moment of inertia of the beam section. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടണം നമുക്ക്. അതിന് ഏത് ഫോർമുല ഉപയോഗിക്കണം? ഡിഫ്ലക്ഷൻ്റെ ഫോർമുല, അതും ബിയിൽ തന്നെയാണ്. അപ്പോൾ അറ്റ് ബി എക്സ് ഈസ് ഈക്വൽ ടു 0 ഈ ഇതിൽ കൊടുക്കുക. അപ്പോൾ എന്താ വരിക? EI ഇൻറ്റു YB ഈക്വൽസ്, ഡിഫ്ലക്ഷനാണ്, EI ഇൻറ്റു YB ഈക്വൽസ്, നോക്കുക ഇവിടെ YB എക്സ് 0 ആണ്, അതുകൊണ്ട് ഇത് 0 ആയിപ്പോയി. എക്സ് ക്യൂബ് 0, ഇവിടെയും 0 ആയി കഴിഞ്ഞു. ബാക്കി എന്താ വരുന്നത്? മൈനസ് WL ക്യൂബ് ബൈ 3. Therefore YB ഈക്വൽസ് മൈനസ് WL ക്യൂബ് ബൈ 3EI. ഇപ്പോൾ രണ്ട് ഇക്വേഷനും കിട്ടി. The maximum slope in the case of a cantilever carrying a point load at the free end is equal to
WL squared by 2EI, and maximum deflection YB equals WL cube divided by 3EI. It's clear? അപ്പോൾ ഇത് ഒരു ക്വസ്റ്റിൻ്റെ സൊല്യൂഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അതേ സമയത്തിൻ്റെ ഇതിൻ്റെ ബേസിക്കും കൂടിയാണ് കാൻഡിലിവർ ക്യാരിങ് എ പോയിന്റ് ലോഡ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഡിറൈവ് the equations for maximum slope and maximum deflection for a cantilever beam of length L carrying a point load W at the free end. അതാണ് ക്വസ്റ്റ്യൻ. 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൻ്റെ സൊല്യൂഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇറ്റ്സ് ക്ലിയർ? ഇപ്പോൾ ബീം വരയ്ക്കുക. ബീം വരച്ചിട്ട് ഒരു ഒറിജിൻ ബി ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ എ ആയിട്ട് എടുക്കാം കേട്ടോ, സെയിം തന്നെ കിട്ടും. ബിയിൽ നിന്ന് ഒരു സെക്ഷൻ എടുക്കുക എക്സ്, ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് കാണുക എം എക്സ്, എന്നിട്ട് നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതുക എം ഈസിക്കൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ ഓവർ ബൈ ഡി എക്സ് സ്ക്വയർഡ്. ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C1 കിട്ടും. അത് കാണാൻ ബി തന്നെ കൺസിഡർ ചെയ്യുക. അവിടെ എക്സ് ഈസിക്കൽ ടു 0 കൊടുക്കുമ്പോൾ C1 കിട്ടും. രണ്ടാമത് ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ C2 സെക്കൻഡ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടും. അതിനും ബി കൺസിഡർ ചെയ്യുക. അപ്പോൾ C2 കിട്ടും. ആ C1 C2 കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻസ് ആയി. ആ ഇക്വേഷൻസിൽ എക്സ് ഈസിക്കൽ ടു 0 കൊടുക്കും, മാക്സിമം സ്ലോപ്പ് കിട്ടും. മാക്സിമം എക്സ് ഈസിക്കൽ ടു 0 കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷനും കിട്ടും. ഇതാണ് equations to find out the maximum slope and deflection in the case of a cantilever beam carrying a point load at the free end. നിങ്ങൾ ഇത് ഡെറൈവ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഡെറിവേഷനായിട്ട് തന്നെ ചോദിക്കും. പിന്നെ ഇത് ഉപയോഗിച്ചും അല്ലാതെയും പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ചോദിച്ചത് ഏപ്രിൽ 2019 ക്വസ്റ്റ്യനാണ്. യൂസിങ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഡിറൈവ് ദ എക്സ്പ്രഷൻസ് ഫോർ കാൻഡിലിവർ ബീം എ ബി ഓഫ് ലെങ്ത് എൽ ക്യാരിയിങ് എ പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി ഇതിൽ ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഏപ്രിൽ 2019, 7 മാർക്കിന്. ഇപ്പം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെതായിരുന്നു. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എ കാൻഡിലിവർ ബീം 120 mm wide and 200 mm deep, റെക്ടാങ്കുലർ സെക്ഷനാണ്. 120 mm wide and depth 200 mm depth is 2.5 meter long. So B is equal to, what are the given data? B is equal to 120 mm, D is equal to 200 mm, and length of the beam L equals 2.5 meters. മീറ്റർ ആണ്. അപ്പോൾ യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് mm കൺവേർട്ട് ചെയ്യുക ഇൻറ്റു 1000 അല്ലേ. ഇപ്പോൾ 2.5 into 10⁻³ mm അല്ലെങ്കിൽ 1000 mm. ഇപ്പോൾ എല്ലാം സെയിം യൂണിറ്റായി. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ UD ലോഡ് ദ ബീം ഷുഡ് ക്യാരി. ഫൈൻഡ് ദ UD ലോഡ് W is equal to what? അതാണ് കാണേണ്ടത്. ഫൈൻഡ് ദ UD ലോഡ് ദ ബീം ക്യാൻ ക്യാരി ടു പ്രൊഡ്യൂസ് എ ഡിഫ്ലക്ഷൻ ഓഫ് 5 mm അറ്റ് ദ ഫ്രീ എൻഡ്. ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. YB, ബി ആണ് ഫ്രീ എൻഡെങ്കിൽ YB ഈസ് ഗിവൺ ആസ് 5 mm, 5 mm ആണ്. അപ്പോൾ ഇതൊരു കാൻഡിലിവർ ബീമാണ്. ഇതിൻ്റെ സെക്ഷനാണ് ഈ വരച്ചത്. കാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് 2.5 meter. ഇതൊരു UD ലോഡാണ്. നമുക്കറിയില്ല എത്രയാണ് ലോഡ്. W per unit length. UD ലോഡിൻ്റെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്കറിയാം. W per unit length is the UD load. ഫിക്സ്ഡ് end A, ഫ്രീ end B. നേച്ചർ ഓഫ് ബെൻഡിങ്, മാക്സിമം സ്ലോപ്പും ഡിഫ്ലക്ഷനും ബിയിലാണ്. ഫ്രീ ആൻഡ് പോയിന്റ് ലോഡാണെങ്കിലും UD ലോഡാണെങ്കിലും ദ മാക്സിമം സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ വിൽ ബി അറ്റ് ദ ഫ്രീ എൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെന്ത് തന്നിട്ടുണ്ട്? യങ്സ് മോഡുലസ് ഈസ് ഗിവൺ. E ഈക്വൽസ് 2 × 10⁵ Newton per mm square.
അത് നമുക്ക് വേണമല്ലോ അല്ലേ? പ്രോബ്ലം ചെയ്യുമ്പോൾ ഇയുടെയും ഐയുടെയും വാല്യൂ വേണം. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? യു സീ ദ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? എന്താണ് ക്വസ്റ്റ്യൻ? എ കാൻഡിലിവർ ഓഫ് ലെങ്ത് 2.5 meters carrying a UD load of W per unit length. The section of the beam is given, breadth of the beam is 120 and depth of the beam is equal to 200, and the deflection, the maximum deflection is given 5 mm. And the Young's modulus of the material of the beam is 2 into 10 raised to 5. 2 into 10 raised to 5 എന്ന് അറിയാം, അത് സ്റ്റീൽ ആയിരിക്കും. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ആണ് 2 into 10 raised to 5 Newton per mm squared. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ എന്തറിയണം? ഒരു കാൻഡിലിവർ ബീമിലെ മാക്സിമം ഡിഫ്ലക്ഷൻ കാണുന്ന ഫോർമുല എന്താണെന്ന് ആദ്യം അറിയണം. എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എടുത്തൊരു ഫോർമുലയുണ്ട്, പഠിച്ചൊരു ഫോർമുലയുണ്ട്. അതേതാ? അത് കാൻഡിലിവർ ബീം ക്യാരിയിങ് പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ് ആണ്. അതേപോലെ തന്നെ സെയിം മെത്തേഡ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ, സെയിം മെത്തേഡിൽ യു ഡി ലോഡ് വെച്ചതുപോലെ ഒരു എക്സ് സെക്ഷൻ എടുക്കുക, അവിടുത്തെ എം എക്സ് കാണുക, സെയിം മെത്തേഡിൽ തന്നെ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം സ്ലോപ്പും ഡിഫ്ലക്ഷനും കിട്ടും. മാക്സിമം സ്ലോപ്പ് ഈ കേസിൽ തീറ്റ ബി അല്ലെങ്കിൽ ഐ ബി, നിങ്ങൾ ഏതാ പഠിച്ചെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ രണ്ടും പറയുന്നത്. തീറ്റ ബി ഓർ ഐ ബി ഈസ് ഈക്വൽ ടു W L cube divided by 6EI ആയിരിക്കും കിട്ടുക മാക്സിമം സ്ലോപ്പ് അതേപോലെ ഡിറൈവ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഡിറൈവ് ചെയ്യുന്നില്ല, അതിനാണ് ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചതെന്ന്. അതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. പക്ഷേ എക്സാമിനേഷന് കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് ആയിരിക്കും. ചില കേസുകൾ ഇതും ചോദിച്ചേക്കാം, അപ്പോൾ അതും കൂടെ ഒന്ന് പഠിക്കണം. ഇതേ മെത്തേഡ് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. സെക്ഷൻ എടുക്കുക, എന്നിട്ട് C1 കാണുക, C2 കാണുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈക്വേഷൻ കിട്ടും. WL cube divided by 6EI and deflection, maximum deflection YB is equal to WL raised to 4 divided by 8EI. ഇതാണ് രണ്ട് റിലേഷൻസ്. നേരത്തെ നമ്മൾ കാൻഡിലിവർ ബീമിൽ പഠിച്ചത് ഇത് സ്മോൾ w ആണ്, യു ഡി ലോഡാണ്. മറ്റേ പഠിച്ചത് WL squared by 2EI maximum slope, maximum deflection WL cube by 6EI, WL cube by 3EI ആണ്. കാൻഡിലിവർ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്തത് എന്താണ്? മാക്സിമം സ്ലോപ്പ് WL squared by 2EI, മാക്സിമം ഡിഫ്ലക്ഷൻ WL cube by 3EI. ഇവിടെ യു ഡി ലോഡ് ആകുമ്പോൾ എന്താ ഡിഫറൻസ് വരിക? സ്മോൾ WL cube by 6EI ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ WL raised to 4 by 8EI. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ ഇത് അറിഞ്ഞിരുന്നാൽ മതി. ഈ രണ്ട് റിലേഷനും അറിഞ്ഞിരുന്നാൽ ഈ 7 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇപ്പോൾ നമുക്കിനി വളരെ ഈസിയാണ്. മാക്സിമം ഡിഫ്ലക്ഷനാണ് തന്നിട്ടുള്ളത്, ലോഡാണ് ചോദിച്ചത്, W ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് എഴുതാം? ആ ഫോർമുല ആദ്യം എഴുതുക. വി നോ ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് WL raised to 4 by 8EI ഈക്വൽസ്, അത് തന്നിട്ടുണ്ട് 5 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദ ഓൺലി അൺനോൺ ഈസ് W. L is given, length of the beam is given, Young's modulus is given, but I is not given. അല്ലേ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടില്ല. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തരാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ? ഒരു റെക്ടാങ്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണുന്ന ഫോർമുല എന്താണ്? I XX ഈക്വൽസ് BD cubed by 12. അപ്പോൾ ഇത് ഓർമ്മ വേണം. ഇതിനാണ് നേരത്തെ പഠിച്ചത്. IXS is equal to BD cubed by 12. What is B? B is equal to, it is 120 into D 200 cube divided by 12 അല്ലേ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, റൈറ്റ്? ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടി. ആ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ WL raised to 4 divided by 8EI is equal to 5 mm. L is given, E is given, I we can find out using the formula BD cubed by 12. Okay, അപ്പോൾ ഇവിടെ ഓൺലി അൺനോൺ ഈസ് W. ഇപ്പോൾ യൂണിറ്റ് എല്ലാം നമ്മൾ ന്യൂട്ടൺ ആക്കി. ഇത് ന്യൂട്ടൺ ആണ്. ഇവിടെ ഈ തന്നിട്ടുള്ളത് 2 into 10 raised to 5 ന്യൂട്ടൺ പെർ mm സ്ക്വയർഡ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂട്ടണും mm ആയിരിക്കണം. ന്യൂട്ടൺ പെർ mm സ്ക്വയർഡ് ആൻഡ് I അപ്പോൾ എന്തിൽ കാണണം? ഈ കിട്ടുന്നത് mm raised to 4 ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ്.
മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് mm⁴. അപ്പോൾ കിട്ടുന്ന W എന്തായിരിക്കും? വാല്യൂ കിട്ടുന്നത് Nm/mm ആയിരിക്കും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ W കിട്ടുന്നത് ഇതിൻ്റെ യൂണിറ്റ് Nm/mm. കാരണം എല്ലാം നമ്മൾ സെയിം യൂണിറ്റിലേക്ക് മാറ്റി അല്ലേ? എൽ തന്നത് 2.5 മീറ്ററിനെ നമ്മൾ mm-ലേക്ക് മാറ്റി. 2.5 × 1000 റൈറ്റ് അല്ലേ? 2500 വരും. 2500 മില്ലിമീറ്റർ ആണ് എൽ. ഡിവൈഡ് ബൈ ഈ തന്നിട്ടുള്ളത് തന്നെ അത് തന്നെയാണ് 2 × 10⁵ Nm/mm². ഐ നമ്മൾ എടുത്തതും BD³/12 mm-ലാണ്. അപ്പോൾ mm⁴. അപ്പോൾ കിട്ടുന്ന വാല്യൂ Nm/mm ആയിരിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 7 മാർക്സ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് വെരി ഈസി ഇഫ് യു നോ ദിസ് റിലേഷൻ. ഈ മാക്സിമം ഡിഫ്ലക്ഷൻ മാത്രമേ ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. മാക്സിമം സ്ലോപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏത് ഫോർമുല എടുക്കണം? WL³ / 6EI എടുക്കണം. ഓക്കെ, ഇതിൽ ഡിഫ്ലക്ഷൻ തന്നിട്ട് ഇ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. April 2019. ഇറ്റ്സ് ഓക്കെ, ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഓക്കെ, ഇത് ഒക്ടോബർ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒക്ടോബർ 2019. A simply supported beam of span 4 meters is carrying a UD load. Simply supported beam of span 4 meters carrying a UD load of 2 kN/meter. 2 kN/meter throughout the length. Full length ഉണ്ട് UD load over the entire span. Find the maximum slope and deflection of the beam. Take E equals 200 GPa and I equals 400 × 10⁻³ mm⁴. ഇത്രയാണ് ഇതിൽ തന്നിട്ടുള്ള ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യന്? എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 4 meters carries a UD load of 2 kN/meter over the entire length. Calculate the maximum slope and maximum deflection when the value of E equals 200 GPa and I equals 400 × 10⁻³ mm⁴. Moment of inertia unit mm⁴. ഇത് യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് എന്താണ്? ഇവിടെ GPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 1 GPa. What is 1 Pascal? 1 Pascal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 Nm/m². ഒരു Nm/m² ഒരു പാസ്കൽ എന്ന് പറയുന്നത് അല്ലേ? അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ജിഗാ പാസ്കലാണ്. ജിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അറിയാം? 10⁻⁹ ആണ്. 1 GPa മീൻസ് 10⁻⁹ പാസ്കൽ. 10⁻⁹ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് Nm/m² ആണ്. അപ്പോൾ 10⁻⁹ Nm/m² ആണ് തന്നിട്ടുള്ളത് അല്ലേ?
10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഇ. അപ്പോൾ ഈ യൂണിറ്റ് നമ്മുടെ യൂണിറ്റിലേക്ക് വന്നിട്ടില്ല. നമുക്ക് എന്തായിട്ട് മാറ്റണം? ഇത് mm ആക്കണം. mm കിട്ടണം. ന്യൂട്ടൺ പെർ mm² ആവണം. സെയിം യൂണിറ്റ് ആവണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ന്യൂട്ടൺ പെർ 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ പെർ മീറ്റർ സ്ക്വയറിനെ mm² ആക്കണമെങ്കിൽ 1 മീറ്റർ mm² ആക്കാൻ 10⁻³ ആണ് അല്ലേ? അപ്പോൾ 10⁻⁶ എത്രയാണ്? 6 അല്ലേ? 10⁻⁶ 10⁻³ ഇൻറ്റു 10⁻³ അത്രയും mm² ആയിട്ട് മാറി ഇത് അല്ലേ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ മാറ്റി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നത് 200 GPa ആണ്. 200 GPa. അപ്പോൾ 200 ഇൻറ്റു 1 GPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? എന്താ ഞാൻ പറഞ്ഞത്? 1 GPa is equal to 10⁻⁹ PA പാസ്കൽ, അതായത് 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽസ് 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ പെർ മീറ്റർ സ്ക്വയറിനെ mm² ആക്കാൻ 10⁻⁶ ഇപ്പോൾ mm² ആയി അല്ലേ? അപ്പോൾ എത്രയാണ് വന്ന്? 10⁻⁹/10⁻⁶ 10⁻³ ന്യൂട്ടൺ പെർ mm². അപ്പോൾ ഒരു ജിഗാപാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ ന്യൂട്ടൺ പെർ mm² ആണ്. 1 ജിഗാപാസ്കൽ. റൈറ്റ്? ഒരു മെഗാപാസ്കൽ എന്ന് പറയുമ്പോഴോ 1 മെഗാപാസ്കൽ എന്നാൽ 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? 10⁻⁶. ആ പ്രോബ്ലം മെഗാപാസ്കലായിട്ടും ചോദിക്കും, ജിഗാപാസ്കലായിട്ടും ചോദിക്കും. അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആവരുത്. ആ ഒരു കാരണം കൊണ്ട് അത് ചെയ്യാതിരിക്കാൻ പാടില്ല. 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽസ് 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയറിനെ mm² ആക്കുമ്പോൾ 10⁻⁶ mm². അപ്പോൾ അത് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഏത് രണ്ടും? ഒരു മെഗാപാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ പെർ mm² ആണ്. ഓക്കെ? അപ്പോൾ ഇതിനെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കേണ്ട. ആ 1 മെഗാപാസ്കലാണ് തരുന്നതെങ്കിൽ അത് ഉടനെ ന്യൂട്ടൺ പെർ mm² ആക്കി അങ്ങ് എഴുതിയാൽ മതി. പിന്നെ ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനില്ല. പക്ഷേ ജിഗാപാസ്കലാണ് തരുന്നതെങ്കിൽ അതിന് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10⁻³ ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്ന 200 GPa ആണ്. അപ്പോൾ 200 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ 2 ഇൻറ്റു 10⁻⁵ ന്യൂട്ടൺ പെർ mm² കിട്ടി. ഞാൻ അത്രയും ഇതായിട്ട് പറഞ്ഞത് പ്രോബ്ലത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് കൺഫ്യൂഷൻ ആവരുത്. യൂണിറ്റ് കൺവെർഷൻ. അപ്പോൾ ജിഗാപാസ്കലാണ് തരുന്നതെങ്കിൽ അതിനെ 10⁻³ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും ന്യൂട്ടൺ പെർ mm² ആയിരിക്കും. മെഗാപാസ്കലാണ് തരുന്നതെങ്കിൽ ആ തരുന്നത് തന്നെയായിരിക്കും ന്യൂട്ടൺ പെർ mm². അത് അതേപോലെ തന്നെ ന്യൂട്ടൺ പെർ mm² എഴുതിയാൽ മതി. ഓക്കെ? അപ്പോൾ ഇത് 202 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ mm² ആണ്. അത് പറയാനാണ് ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ? അപ്പോൾ നമുക്ക് തന്ന ഡാറ്റ E is given 200 GPa or 2 into 10⁵ Newton per mm² and I is equal to 400 into 10⁻³ mm⁴. അല്ലെങ്കിൽ 4 into 10⁵ mm⁴. അതാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ഐയുടെ വാല്യൂ. ചോദിച്ചിട്ടുള്ളത് മാക്സിമം സ്ലോപ്പ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഈ കേസിൽ എന്താ നമ്മൾ പഠിച്ചത്? വാട്ട് ഈസ് ദ മാക്സിമം സ്ലോപ്പ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ്? ഈ കേസിൽ സിംപ്ലി സപ്പോർട്ട് ബീമാണ്, കാൻഡിലിവർ അല്ല. മാക്സിമം സ്ലോപ്പ് വിൽ ബി അറ്റ് 2 സപ്പോർട്ട്സ് theta A and theta B and maximum deflection at the center, say C, YC, center point C ആണെങ്കിൽ YC is the maximum deflection. ഇപ്പോൾ നമ്മളോട് ചോദിച്ചത് രണ്ടും ഈക്വൽ ആയിരിക്കും. സ്ലോപ്പ് രണ്ടിലും സിമെട്രിക്കൽ ആയതുകൊണ്ട് IA will be equal to IB അല്ലെങ്കിൽ theta A will be equal to theta B ആണ്. ഇത് കാണണം ഏതെങ്കിലും ഒന്ന്. പിന്നെ YC കാണണം, മാക്സിമം ഡിഫ്ലക്ഷൻ. അത് കാണാനുള്ള ഫോർമുല എന്താണ്? ഒരു സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് ക്യാരിയിങ് UD ലോഡ് ആണെങ്കിൽ മാക്സിമം സ്ലോപ്പ് കാണാനുള്ള ഫോർമുല theta A or theta B is equal to UD ലോഡ് ആണെങ്കിൽ W L³ divided by 24 EI. Small w
L cube divided by 24 EI, and maximum deflection YC equals 5W L raised to 4 divided by 384 EI. ഈ ഫോർമുല ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഏത് കേസാണ്? നേരത്തെ നമ്മൾ പറഞ്ഞത്, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ പറഞ്ഞത് കാൻഡിലിവർ ബീം ക്യാരിയിങ് പോയിന്റ് ലോഡ് എടുത്ത ഫ്രീ എൻഡ് WL² by 2EI, WL³ by 3EI. Cantilever beam carrying UD load, maximum slope WL³ by 6EI, WL⁴ by 8EI. ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ വേറെ ഫോർമുലയാണ്. സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ മാക്സിമം സ്ലോപ്പ് കാണുന്നത് WL² by 16EI ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ WL³ by 48EI. ഈ രണ്ട് കേസും ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിലായി ചോദിച്ചിട്ടുണ്ട്. മാക്സിമം സ്ലോപ്പും ഡിഫ്ലക്ഷനും സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ അപ്പോൾ ഉപയോഗിക്കേണ്ടത് ഈ ഫോർമുലാസാണ്. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചോദിക്കുമ്പോൾ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം തന്നത് UD ലോഡാണ്, അതുകൊണ്ട് ഇതാണ് എടുക്കേണ്ടത്. മാക്സിമം സ്ലോപ്പ് ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. എന്താണ് മാക്സിമം സ്ലോപ്പ്? അപ്പോൾ എങ്ങനെ കാണാം? W തന്നിട്ടുണ്ടല്ലോ, 2 kN/m ആണ്. 2 kN/m അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 384 E ഏത് യൂണിറ്റിലാണ്? Nm/mm² ആണ്. I mm⁴ ആണ്. L മീറ്ററിലാണ്, അതിനെ mm-ലേക്ക് മാറ്റണം. W-നെ Nm ആക്കണം. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? തിരിച്ചും ചെയ്യാം. യങ്സ് മോഡുലസ് എന്താക്കി മാറ്റണം? Nm/m² ആക്കണം. I m⁴ ആക്കണം. ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടത് എപ്പോഴും mm-ലാണ് ഡിഫ്ലക്ഷൻ എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്ലോപ്പ് എഴുതേണ്ടത് റേഡിയനിലുമാണ്. ഇത് റേഡിയനിലുമാണ്, ഇത് mm-ലാണ് എഴുതേണ്ടത്. അപ്പോൾ എപ്പോഴും mm-ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം സ്ലോപ്പ് കാണാം. സ്ലോപ്പ് W 2 kN/m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 kN/m. കിലോന്യൂട്ടനെ ന്യൂട്ടൺ ആക്കാൻ 2 × 10⁻³ ന്യൂട്ടൺ ആയി. മീറ്ററിനെ mm ആക്കാൻ 10⁻³ ആയി. അപ്പോൾ എത്ര കിട്ടുക? ഇത് Nm/mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 kN/m എന്ന് പറയുന്നതും 1 Nm/mm എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്. ഉണ്ടോ? 10⁻³ 10⁻³ ക്യാൻസലായി. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. kN/m ആണ് യൂണിറ്റ് പറഞ്ഞതെങ്കിൽ അത് തന്നെയാണ് Nm/mm, ദ സെയിം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W 2 Nm/mm into L is given as 4 meters. അപ്പോൾ അത് 4000 millimeter ആക്കി raised to 4 ആണ്. divided by 384 into 2 × 10⁵ into 4 × 10⁵ ഉണ്ടോ? ഇതങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും. അല്ല സോറി, ഞാൻ സ്ലോപ്പല്ല, ആദ്യം ഡിഫ്ലക്ഷനാണ് ഞാനിപ്പോൾ എഴുതിയത്. ഇത് സ്ലോപ്പല്ല, ഇത് ഡിഫ്ലക്ഷനാണ്. YC ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ യൂണിറ്റ് കിട്ടുന്നത് mm ആയിരിക്കും. വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. സോ ഇപ്പോൾ 24 mm 26 mm അങ്ങനെയുള്ള ഒരു വാല്യൂ ആണ്. ഇത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രേ ചെയ്യാനുള്ളൂ. അത്രയും മില്ലിമീറ്റർ ആയിരിക്കും ഡിഫ്ലക്ഷൻ. ഞാനിതാണ് ആദ്യം എഴുതിയത് 5W. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ 5 എഴുതണം. സ്ലോപ്പല്ല, ഇത് 5 × WL⁴ ആണ്. 5W⁴, 5 × W × L⁴ by 384 E × I. ഇതാണ് മാക്സിമം ഡിഫ്ലക്ഷൻ. അതേപോലെ മാക്സിമം സ്ലോപ്പ് കാണാൻ ഈ ഫോർമുല ഉപയോഗിക്കുക. ഇത് YC ആണ്. θA or θB is equal to 2 × 4000³ ആണ്. അപ്പോൾ WL³ by 24 × E 2 × 10⁵ into 4 × 10⁵. അത്രയും റേഡിയൻസ് ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് സ്ലോപ്പ് കേട്ടോ. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നൊട്ടേഷൻ ഉപയോഗിച്ച് റേഡിയൻ്റെ സിമ്പിൾ ഇട്ടാലും മതി. റേഡിയൻസ് ആൻസർ എഴുതി വെക്കുക. അപ്പോൾ ഇത് മാക്സിമം സ്ലോപ്പ്, ഇത് മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇതിൽ എന്തറിയാനേ ഉള്ളൂ? ഈ ഫോർമുലകൾ രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 7 മാർക്കോ 8 മാർക്കോ ഇതിൽ സ്കോർ ചെയ്യാം.
ഓക്കെ, ആ ഡെറിവേഷൻ്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങളൊന്ന് ഡെറൈവ് ചെയ്ത് പഠിക്കേണ്ടത്. കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡും വിത്ത് യു ഡി, അത് മാത്രം ഡെറിവേഷൻ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ ഫോർമുലകൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. മാക്സിമം ഡിഫ്ലക്ഷൻ എമ്മിൽ കിട്ടി, മാക്സിമം സ്ലോപ്പ് റേഡിയൻസിൽ കിട്ടി. ഇനി ഇതിൽ വരുന്ന അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, മോഡ്യൂൾ 3 ഫുള്ള് ഡിഫ്ലക്ഷൻസ് തന്നെയാണ്, സ്ലോപ്പും ഡിഫ്ലക്ഷനുമാണ്. 2 മെത്തേഡ് ഉണ്ട്. നമ്മളിപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അനദർ ടൈപ്പ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ പിന്നെ ചോയ്സ് ആയിട്ട് വരുന്നതാണ് ഒക്ടോബർ 2019. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നു അത് അറ്റൻഡ് ചെയ്യാം. ഞാൻ ഡിഫറെൻറ്റ് ടൈപ്പ് വരുന്ന ഡിസ്കസ് ചെയ്യാണ്. ഇതിൽ എ ബീം 3 മീറ്റർ ലോങ്, വെറും ബീം എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് എപ്പോഴും സിംപ്ലി സപ്പോർട്ട് ബീം ആയിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ വരക്കണം. കാൻഡിലിവർ ബീം അല്ല, സിംപ്ലി സപ്പോർട്ട് ബീം. എ ബീം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം 3 മീറ്റർ ലോങ്. അവിടെ പറഞ്ഞിട്ടുണ്ട് എ ബീം 3 മീറ്റർ ലോങ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് എൻഡ്സ് ക്യാരിയിങ് എ പോയിന്റ് ലോഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ. ഇവിടെ സെൻറ്ററിൽ പോയിന്റ് ലോഡ് ഉണ്ട്, W. ലോഡ് അറിയില്ല. ഇഫ് ദ സ്ലോപ്പ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദ ബീം ഈസ് നോട്ട് ടു എക്സീഡ് 1 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ നേച്ചർ ഓഫ് ബെൻഡിങ് നമുക്കറിയാമല്ലോ. മാക്സിമം സ്ലോപ്പ് 2 എൻഡിലുമാണ്, A, B and C. See the mid point. If the slope at the ends of the beam not to exceed 1 degree, find the deflection at the center of the beam. അപ്പോൾ തീറ്റ എ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തീറ്റ ബി തന്നിട്ടുണ്ട്, 1 ഡിഗ്രി എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ സെൻറ്റർ. YC എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഇത്രയേ ഡാറ്റ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും തന്നിട്ടില്ല. അത് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് കാണുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് തോന്നും നമുക്ക്. ഈ ഡാറ്റ വെച്ചുകൊണ്ട് വേറെ ഇയുടെ വാല്യൂ തന്നിട്ടില്ല, I തന്നിട്ടില്ല. അതായത് ബീമിൻ്റെ സെക്ഷൻ പറഞ്ഞില്ല, ബ്രെഡ്ത്ത് ഓഫ് ദ ബീം, ഡെപ്ത് ഓഫ് ദി ബീം പറഞ്ഞാൽ നമുക്ക് BD^12 ഉപയോഗിച്ച് കാണാം, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഡയറക്റ്റ് ആയിട്ട് തരാൻ തന്നിട്ടില്ല. യങ്സ് മോഡൽസും തന്നിട്ടില്ല. ആകെ തന്നത് സ്പാൻ ഓഫ് ദ ബീം ആൻഡ് ദ മാക്സിമം സ്ലോപ്പ് 1 ഡിഗ്രീസ്. ഇത് മാത്രമാണ് തന്നത്. ഇത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മാക്സിമം ഡിഫ്ലക്ഷൻ കാണുന്നത്? മാക്സിമം ഡിഫ്ലക്ഷൻ കാണുന്ന ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞു. YC ഈക്വൽസ് സിംപ്ലി സപ്പോർട്ട് ബീം ക്യാരിയിങ് പോയിന്റ് ലോഡ്. എന്താണ് മാക്സിമം ഡിഫ്ലക്ഷൻ? WL3/48EI. മാക്സിമം ഡിഫ്ലക്ഷൻ, ഇതാണ് ഫോർമുല. ഇതാണ് നമുക്ക് കാണേണ്ടത്. പക്ഷെ ഇതിൽ ഇയും ഐയും ഒന്നും തന്നിട്ടില്ല. ആകെ തന്നത് സ്ലോപ്പ് മാത്രമാണ്, സ്പാൻ എല്ലും തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ കാണാം? എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? സ്ലോപ്പ് തന്നിട്ടുണ്ടല്ലോ, മാക്സിമം സ്ലോപ്പ്. അപ്പോൾ മാക്സിമം സ്ലോപ്പ് കാണുന്ന ഫോർമുല എന്താണ്? ഈ കേസിൽ WL²/16EI ആണ്. അതാദ്യം ഓർമ്മിക്കുക. മാക്സിമം സ്ലോപ്പ് WL²/16EI ആണ്. അത് തന്നിട്ടുണ്ട്. WL²/16EI ഈക്വൽസ് 1 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നലെ കൺവെർഷൻ. ഡിഗ്രി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? 1 × π/180 റേഡിയൻസ്. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻസ് ആണ്. WL²/16EI ഈസ് ഈക്വൽ ടു 1 × π/180 റേഡിയൻസ്. ഇവിടെ നമുക്ക് W അറിയില്ല, സ്പാൻ അറിയാം, E അറിയില്ല, ഐയും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ കാണുന്നത്? പിന്നെ ഇപ്പം എന്ത് ചെയ്യാം? ഡിഫ്ലക്ഷൻ്റെ ഫോർമുല നോക്കാം.
ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ 48EI. ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർഡ് ബൈ 16EI ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ ഇതായില്ലേ? ഡബ്ല്യു എൽ ക്യൂബ് ബൈ 48EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എൽ സ്ക്വയർഡ് ബൈ 16EI ഇൻറ്റു എൽ ബൈ 3 ആണ്. ദിസ് ഇസ് ഗിവൺ. ഡബ്ല്യു എൽ സ്ക്വയർഡ് ബൈ 16EI നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് 1 ഡിഗ്രി, ദ മാക്സിമം സ്ലോപ്പ്. അതായത് പൈ ബൈ 180. സോ പൈ ബൈ 180 ഇൻറ്റു എൽ ഈസ് ഗിവൺ. എൽ ഈസ് 3 മീറ്റർ ഓർ 3000 mm ഡിവൈഡഡ് ബൈ 3. കണ്ടോ? അപ്പോൾ നമുക്ക് ഡിഫ്രഷനായി അല്ലേ? ഡബ്ല്യു എൽ സ്ക്വയർഡ് എൽ ക്യൂ ബൈ 48EI ആണ് ഇപ്പോൾ ഈ സാധനം. പൈ ബൈ 180 ഇൻറ്റു 3000 ഡിവൈഡ് ബൈ 3. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും mm ആയിരിക്കും അതിലെ മാക്സിമം ഡിഫ്ലക്ഷൻ. ഓക്കെ. അപ്പോൾ ഇതൊരു വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്കിൻ്റെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഇൻ mm. ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് എല്ലാം സെയിം ആക്കണം. മീറ്ററിനെ ഞാൻ mm മാറ്റി ഇവിടെ കിട്ടുന്നത് mm ആയിരിക്കും. ഡിഗ്രി കിട്ടുന്നത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. ഓക്കെ. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതിൽ നിന്ന് ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം മോഴ്സ് ഏരിയ മൂവ്മെൻറ്റ് മെത്തേഡും കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യണം. എ സിംപ്ലി സപ്പോർട്ടഡ് റെക്ടാങ്കുലർ RC ബീം A simply supported rectangular RC beam of span 4 meters. A simply supported RC beam of span 4 meters and cross section 150 mm by 300. And cross section തന്നിട്ടുണ്ട്. അതായത് ബ്രെഡ്ത്തും ഡെപ്തും തന്നിട്ടുണ്ട്. 150 mm breadth and depth, 300 mm. Carrying a UD load of 10 kilonewton per meter. UD load 10 kilonewton per meter. Throughout the span, full length cylinder, and a point load of 50 kilonewton at its mid span, and a point load of 50 kilonewton at the mid span. Find the maximum slope and deflection of the beam. Take E equals 2 into 10 raised to 4 Newton per mm squared. ഇതാണ് തന്നിട്ടുള്ള ഡാറ്റ. ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ എ സിംപ്ലി സപ്പോർട്ട് ബീം ഈസ് ഗിവൺ, സ്പാൻ 4 meters, carrying a UD load of 10 kilonewton per meter throughout the length. The beam section is given 150 mm wide and 300 mm deep. Say A, B and C. The curvature of bending, the maximum deflection will be at the center. The loading is symmetrical. The maximum slope will be, deflection will be at the center, and maximum slope at the two supports. Okay. So the question is to find out the maximum slope IA or IB. അത് കാണണം. പിന്നെ YC. ഇത് രണ്ടും കാണണം. അപ്പോൾ അതിന്
എന്താ ചെയ്യുക? ഇത് കമ്പൈൻ ലോഡിംഗ് ആണ് അല്ലേ? ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരേ ഒരു ലോഡ്, ഒന്നുകിൽ യു ഡി ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് മാത്രം വരുന്ന കേസായിരുന്നു. ഇവിടെ കമ്പൈൻ ലോഡിംഗ് ആണ്. ഇപ്പോൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ആദ്യം സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് പോയിന്റ് ലോഡ് ആകുമ്പോൾ വാട്ട് ഈസ് ദ സ്ലോപ്പ്? മാക്സിമം സ്ലോപ്പ് ഡ്യൂ ടു പോയിന്റ് ലോഡ്, അത് മാത്രം കാണാം. അതിൻ്റെ ഫോർമുല എടുക്കുക. What is it? Simply support beam with a central point load armor. What is the maximum slope? WL squared by 16 EI. അത് കാണാം. ഓക്കെ. രണ്ടാമത്തത് IA, again due to UD load. UD load ഉണ്ടാകുന്നതാണ് WL cube divided by 24 EI. ഈ തന്നിട്ടുണ്ട്. I you can find out. B and D is given, BD cubed by 12 BH moment of inertia കാണണം. അപ്പോൾ L is given, E is given, I is also given. So you can find out both of this. Therefore ഇത് IA1 IA2 അല്ലെങ്കിൽ തീറ്റ A1 തീറ്റ A2. Therefore തീറ്റ A അല്ലെങ്കിൽ IA equals തീറ്റ A1 പ്ലസ് തീറ്റ A2. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ മാക്സിമം സ്ലോപ്പ് കിട്ടി. രണ്ട് സപ്പോർട്ട്. അത്രയേ ഉള്ളൂ. രണ്ട് ലോഡ് തന്നു വിചാരിച്ചിട്ട് പേടിക്കാനില്ല. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് സ്ലോപ്പ് കണ്ട് ആഡ് ചെയ്യാം. സോ മാക്സിമം സ്ലോപ്പ്. അപ്പോൾ രണ്ടിൻ്റെ റിലേഷൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ മാക്സിമം ഡിഫ്ലക്ഷൻ. മാക്സിമം ഡിഫ്ലക്ഷൻ കാണാൻ ആദ്യം YC1 ഡ്യൂ ടു പോയിന്റ് ലോഡ്. എന്താണ് YC1 ഡ്യൂ ടു പോയിന്റ് ലോഡ്? എന്താണ് മാക്സിമം ഡിഫ്ലക്ഷൻ? WL cube divided by 48 EI. YC2 due to UD load ആകുമ്പോൾ 5WL raised to 4 by 384 EI. രണ്ടും സെപ്പറേറ്റ് കാണാം. Therefore YC will be equal to YC1 plus YC2. രണ്ടും കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് ഷുഡ് ബി ദ സെയിം. യൂണിറ്റ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇവിടെ mm raised to 4, അവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അത് ന്യൂട്ടൺ പെർ, ഞാൻ നേരത്തെ പറഞ്ഞു കിലോമീറ്റർ പെർ മീറ്റർ തന്നെയാണ്, ന്യൂട്ടൺ പെർ mm. ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് അത് തന്നെ എടുത്താൽ മതി. അപ്പോൾ എല്ലാം mm വരും. ഡിഫ്ലക്ഷൻ mm കിട്ടും, സ്ലോപ്പ് റേഡിയനിൽ കിട്ടും. ഇറ്റ്സ് ക്ലിയർ? ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ ചോദിക്കുക. ഡെറിവേഷൻ വരാം, ഇതേപോലെയുള്ള പ്രോബ്ലംസ് വരാം. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് മോഴ്സ് തിയറം അല്ലെങ്കിൽ ഏരിയ മൊമെൻറ്റ് മെത്തേഡും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. Okay, another question. In April 2019, a beam simply supported at both ends carries a UD load of 16 kilonewton per meter. A simply support beam carries a UD load, span പറഞ്ഞിട്ടില്ല, a UD load of 16 kilonewton per meter. If the deflection of the beam at the center is limited to, അപ്പോൾ the A, B and C center, YC is given. Central deflection തന്നിട്ടുണ്ട്. YC equals 2.5 mm. Okay. Load W equals 16 kilonewton per meter is equal to 16 Newton per mm. Same ആണ്. Find the span of the beam. ഇത് വേറൊരു ടൈപ്പാണ്. L is equal to what? Span ആണ് കാണേണ്ടത്. The flexural rigidity. എന്താ ഈ flexural rigidity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the product of E and I. ഇതിന് പറയുന്ന പേരാണ് flexural rigidity. അങ്ങനെ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വിചാരിക്കേണ്ട. flexural rigidity. Flexural rigidity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is a product of Young's modulus and moment of inertia. രണ്ടും കൂടിയുള്ള പ്രോഡക്റ്റാണ്.
അത് തന്നിട്ടുള്ളത് 9 × 10⁻12 9 × 10⁻12 Newton/mm². These are the data given. ഇപ്പോൾ ഓരോരോ ടൈപ്പ് ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കണം. ഇവിടുത്തെ ഡിഫറൻസ് എന്താണ്? ഹിയർ ദ അൺനോൺ വാല്യൂ is the span L of the beam. What are the data given? W is given 16 kilonewton per meter UD load. Central deflection is given, maximum deflection at the center is given 2.5 mm. And the product of E and I, the flexural rigidity is given. E into I equals 9 × 10⁻12 Newton/mm². എല്ലാം സെയിം യൂണിറ്റാണ്. L എങ്ങനെ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എന്താ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഈ കേസിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ മാക്സിമം ഡിഫ്ലക്ഷൻ? YC equals 5W L⁻⁴/384 EI. നമുക്കറിയാം മാക്സിമം ഡിഫ്ലക്ഷൻ കാണുന്ന ഫോർമുല അല്ലേ. അപ്പോൾ YC തന്നത് 2.5 ആണ്. 2.5 ഈക്വൽസ് ആദ്യം തന്നെ യൂണിറ്റ് സെയിം ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു എളുപ്പം സൗകര്യം എന്താണ്? ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് യൂണിറ്റ് പിന്നെ മാറുമ്പോൾ അത് കൺഫ്യൂഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡാറ്റ എഴുതുമ്പോൾ തന്നെ എല്ലാം സെയിം യൂണിറ്റിലേക്ക് അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഏറ്റവും തെറ്റ് വരാതിരിക്കാനുള്ള എളുപ്പവഴി. 2.5 ഈക്വൽസ് 5 × W is given 16 into L അറിയില്ല L⁻⁴ ഡിവൈഡഡ് ബൈ 384 EIയുടെ വാല്യൂ മൊത്തം തന്നിട്ടുണ്ട് ഇൻറ്റു 9 × 10⁻12. കണ്ടോ? അപ്പോൾ ഇതിൽ the only unknown is L⁻⁴. L⁻⁴ equals 2.5 into 384 into 9 into 10⁻12 divided by 5 into 16. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4th ഡിഗ്രി ഇക്വേഷനാണ് കിട്ടുക. L⁻⁴ ആണ് കിട്ടുക കേട്ടോ. L⁻⁴ is equal to ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അതൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ L എങ്ങനെ കാണാം? പിന്നെ അതറിയാത്തവരുണ്ടാവും. L⁻⁴ കിട്ടിയാൽ സ്പാൻ ഓഫ് ദ ബീം L ആണ് നമുക്ക് കാണാൻ ടു ദ പവർ 1/4. കാൽക്കുലേറ്ററിൽ ടു ദ പവർ 1/4 അടിക്കുമ്പോൾ സ്പാൻ L is equal to എത്രയാണെന്ന് കിട്ടും? ഇൻ mm. അത് mm ആയിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മീറ്ററിലാക്കിയിട്ട് എഴുതാം. കാരണം സ്പാൻ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ വാല്യൂ ആയിരിക്കും mm. അത് വേണമെങ്കിൽ മീറ്ററിലാക്കി പിന്നെ കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇറ്റ്സ് ഓക്കെ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി പറഞ്ഞത് സിമ്പിൾ ഫോർമുല യൂസ് ചെയ്തിട്ട് അതിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. 4th ഡിഗ്രി ഇക്വേഷൻ കിട്ടുക L കണ്ടുപിടിക്കുക. ഓക്കെ. ദീസ് ആർ ദ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യൂസിങ് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കാണാം, W കാണാൻ ചോദിക്കും, സ്പാൻ കാണാൻ ചോദിക്കും, അങ്ങനെയുള്ള പല ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് ഏരിയ മൊമെൻറ്റ് മെത്തേഡ്. ഏരിയ മൊമെൻറ്റ് മെത്തേഡ് യൂസിങ് മോഴ്സ് തിയറംസ്, അല്ലെങ്കിൽ അങ്ങനെയും ചോദിക്കും യൂസിങ് മോഴ്സ് തിയറംസ് എന്ന് പറയും, അല്ലെങ്കിൽ യൂസിങ് ഏരിയ മൊമെൻറ്റ് തിയറംസ്. മോഴ്സ് തിയറംസ് ആ ടേമിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഏരിയ മൊമെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മറ്റേതിൽ ചെയ്യുന്നത് പോലെ ഡിറൈവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന മെത്തേഡല്ല, ഏരിയയും മൊമെൻ്റ് ഓഫ് ഏരിയയും വെച്ച് ചെയ്യുന്ന മെത്തേഡാണ്. ഒരു ബീം തന്നു കഴിഞ്ഞാൽ ആ ബീമിൻ്റെ BM ഡയഗ്രാം വരക്കണം ആദ്യം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഹൗ ടു ഡ്രോ ദ BM ഡയഗ്രാം. ആ BM ഡയഗ്രാം വരച്ചിട്ട് ആ BM ഡയഗ്രത്തിൻ്റെ ഏരിയ കാണണം, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഏരിയ കാണണം. അത് ചെയ്ത് വെച്ചുകൊണ്ടുള്ളതാണ് ഈ മോഴ്സ് തിയറംസ്. ഇപ്പം ഞാൻ പറയാം. മോഴ്സ് തിയറം നമ്പർ 1, അത് തിയറിയിൽ മാത്രം ചോദിക്കും. സ്റ്റേറ്റ് മോഴ്സ് തിയറംസ്, അല്ലെങ്കിൽ പാർട്ട് ബിയിൽ ചോദിക്കാം. വാട്ട് ആർ ദ 2 മോഴ്സ് തിയറംസ്? നമ്പർ 1, 2 തിയറംസാണ്. തിയറം നമ്പർ 1, the slope at any point on the beam is equal to area of the BM diagram divided by
ഫ്ലക്ഷറൽ റിജിഡിറ്റി ഓർ ഇ ഐ. തീറ്റ അല്ലെങ്കിൽ ഐ നൊട്ടേഷൻ സ്ലോപ്പ്. തീറ്റ അറ്റ് എനി പോയിന്റ്, സേ തീറ്റ എക്സ്. തീറ്റ അറ്റ് എനി പോയിന്റ്, ഏത് പോയിന്റിലെ സ്ലോപ്പ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, മാക്സിമം തീറ്റ ഇവിടെയാണല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ ഇപ്പോൾ പോയിന്റ് ലോഡ് ആവാം, യു ഡി ലോഡ് ആവാം, ഏത് കേസ് ആവാം സിംപ്ലി സപ്പോർട്ട് ബീമിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അതിൻ്റെ ബി എം ഡയഗ്രാം, എസ് എഫ് ഡയഗ്രാം വരക്കണ്ട, വെറും ബി എം ഡയഗ്രാം മാത്രം വരയ്ക്കാം. ബി എം ഡയഗ്രാം വരച്ചിട്ട്, ഇപ്പോൾ കാൻഡിലിവർ ആണെങ്കിലും അതേപോലെ തന്നെ കാൻഡിലിവർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ബി എം 0 ആണ്, മാക്സിമം ഇവിടെയാണ്, ഒരു ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ? അതിൻ്റെ പിന്നെ എന്താണെങ്കിൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ, യു ഡി ലോഡ് ആണെങ്കിൽ അത് പാരാബോളിക് കർവ് ആയിരിക്കും, ദാറ്റ് യു നോ. അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ട് ബീമിലും പോയിന്റ് ലോഡ് ആണെങ്കിൽ എന്താണ് ബി എം ഡയഗ്രാം? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. യു ഡി ലോഡ് ആണെങ്കിൽ അത് പാരാബോളിക് കർവാണ് അല്ലേ? നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇത് വരച്ചിട്ട് ഇതിൻ്റെ ഏരിയയും മൊമെൻ്റ് ഓഫ് ഏരിയയും വെച്ച് ചെയ്യുന്നതാണ് ഏത് ഏരിയ മൊമെൻ്റ് മെത്തേഡ്. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിയറം, ഫസ്റ്റ് മോഴ്സ് തിയറം, the slope at any point of the beam is equal to area of the BM diagram divided by EI. എന്താ ഇയുടെ പേര്? ഫ്ലക്ഷറൽ റിജിഡിറ്റി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫ്ലക്ഷറൽ റിജിഡിറ്റി. The slope at any point on the beam is equal to area of the BM diagram at that point. എവിടെ വെച്ചാണ് എടുക്കുന്നത്? ആ പോയിന്റ് തമ്മിലുള്ള ഏരിയ മാത്രമേ എടുക്കാവുള്ളൂ. മൊത്തം മാക്സിമം ആണെങ്കിൽ ഫുൾ ബി എം ഡയഗ്രാം എടുക്കണം. ബിറ്റ്വീൻ എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ EI, the flexural rigidity. അതേപോലെ രണ്ടാമത്തെ തിയറം, the deflection at any point, say yx, is equal to moment of area of the BM diagram, AX. AX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് ദ BM diagram ഡിവൈഡഡ് ബൈ EI, ഫ്ലക്ഷറൽ റിജിഡിറ്റി. ഇതാണ് രണ്ട് മോഴ്സ് തിയറംസ്. മോഴ്സ് തിയറംസ് ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം, ബുക്കിലുണ്ട്. അത് അതേപടി തന്നെ തിയറംസ് പഠിക്കുക, എഴുതി പഠിക്കുക. അത് എഴുതാൻ വേണ്ടി ചോദിക്കും ചിലപ്പോൾ, അത് മാത്രം. അതല്ലെങ്കിൽ മോഴ്സ് തിയറം ഉപയോഗിച്ച് ഈ പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഈ രണ്ട് തിയറം എഴുതി വെക്കണം, എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. സ്ലോപ്പ് മാക്സിമം, സ്ലോപ്പ് എ ബൈ EI, ഏരിയ ഓഫ് ദ BM ഡയഗ്രാം ബൈ EI, ആൻഡ് മാക്സിമം ഡിഫ്ലക്ഷൻ, മൊമെൻ്റ് ഓഫ് ഏരിയ ഓഫ് ദ BM ഡയഗ്രാം ഡിവൈഡഡ് ബൈ EI. ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, സി ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. April 2019, a cantilever beam AB of length L carries a UD load of W per unit length throughout the length. Find the slope and deflection at the free end by using Moore's theorems. 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ കാൻറ്റിലിവർ എ ബി ഓഫ് ലെങ്ത് എൽ carries a UD load of W per unit length over the entire length. W per unit length. Find the slope and deflection of the free end using Moore's theorems. ഇവിടെ see the curvature, convexity upwards. ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ BM ഡയഗ്രാം വരക്കണം അല്ലേ? BM ഡയഗ്രാം, സോറി, ഇതിൽ പിന്നെ UD ലോഡല്ല, പോയിന്റ് ലോഡാണ് ചോദിച്ചത്. ഞാൻ ലോഡ് ക്വസ്റ്റ്യൻ വായിച്ചാൽ മാറിയതാണ്.
പോയിന്റ് ലോഡ്. മറ്റത് ഞാൻ പറയാം എങ്ങനെയാണ് എന്താ ഡിഫറൻസ് എന്ന്. ആദ്യം ഡബ്ല്യു പോയിന്റ് ലോഡ്. പോയിന്റ് ലോഡ് വരുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ബി എം ഡയഗ്രാം? എസ് എഫ് ഡയഗ്രാം വരക്കണ്ട, ബി എം ഡയഗ്രാം മാത്രം വരക്കുക. ബി എം ഡയഗ്രാം എന്താ വരുന്നത്? ഡ്രോ ദ ബേസ് ഓഫ് ദ ബീം. മുകളിലേക്കോ താഴേക്കോ സൈൻ കൺവെൻഷൻ അനുസരിച്ച് വരും. ഇവിടെയെങ്കിലും എങ്ങനെ വരച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ 0 ആണ് മൊമെൻറ്റ്. മാക്സിമം മൊമെൻറ്റ് എയിലാണല്ലോ. എന്താ മൊമെൻറ്റ്? ഡബ്ല്യു ഇൻറ്റു എൽ അല്ലേ? അതാണല്ലോ ഇവിടെ വരുന്നത്. ഇവിടെ മാർക്ക് ചെയ്തു. നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ താഴെ അല്ലെങ്കിൽ മുകളിൽ എന്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. So this is W into L is the maximum BM at the fixed end and 0 at the free end. That's a BM diagram. Now, as per Moore's theorem 1, Moore's theorem number 1, the maximum slope maximum slope IB equals area of the BM diagram divided by EI. What is the area of the BM diagram? You know, the span is L, it's a triangle. So area is equal to half base into altitude. That's equal to half into WL into L divided by EI. എന്താ വരിക? ഈക്വൽസ് WL സ്ക്വയർഡ് ബൈ 2EI. നമ്മുടെ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ കിട്ടിയ അതേ റിലേഷൻ. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ നമുക്ക് എന്താ കിട്ടിയത്? എ കാൻറ്റിലിവർ ബീം ക്യാരിയിങ് പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്, മാക്സിമം സ്ലോപ്പ് ഇസ് ഈക്വൽ ടു WL സ്ക്വയർഡ് ബൈ 2EI. അപ്പോൾ ഏരിയ മൊമെൻറ്റ് മെത്തേഡിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഫ്രം ദ BM ഡയഗ്രാം. ഓക്കെ, WL സ്ക്വയർഡ് ബൈ 2EI. Similarly, Moore's theorem 2, as per Moore's theorem number 2, deflection, maximum deflection at YB equals, എന്താ പഠിച്ചത്? Moment of area of the BM diagram. Moment of area of the BM diagram divided by flexural rigidity EI. What is the moment of area? അപ്പോൾ ഏരിയ കിട്ടിയിട്ടുണ്ട്. WL സ്ക്വയർഡ് ബൈ 2 ആണ്. ഹാഫ് ഇൻറ്റു WL ഇൻറ്റു L, WL സ്ക്വയർഡ് ബൈ 2 അല്ലേ? വാട്ട് ഇസ് ദ മൊമെൻറ്റ്? മൊമെൻറ്റ് എങ്ങോട്ട് എടുക്കണം? ബിയിൽ നിന്നതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് എടുക്കണം ഡിസ്റ്റൻസ്. ഈ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് എത്ര ഡിസ്റ്റൻസ്? ഫ്രം ദ പോയിൻറ്റ് ബി. എത്ര ഡിസ്റ്റൻസ് വരിക? ഇഫ് L is the span of the beam, this distance will be equal to how much? 2/3 L അല്ലേ? ബേസിൽ നിന്ന് 1/3 വെർട്ടെക്സിൽ നിന്ന് 2/3 L. സോ ദ ഡിസ്റ്റൻസ് ഫ്രം ബി ടു ദ CG ഇസ് ഈക്വൽ ടു 2/3 L. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? മൊമെൻറ്റ് ഓഫ് ഏരിയ WL സ്ക്വയർഡ് ബൈ 2 ഏരിയ ഇൻറ്റു 2/3 L ഡിവൈഡഡ് ബൈ EI. ഇവിടെ 2 and 2 get cancelled equals WL cube divided by 3EI. ഇത് തന്നെയാണ് നമുക്ക് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ കിട്ടിയത്. എ കാൻറ്റിലിവർ ബീം ക്യാരിയിങ് പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്, ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു WL ക്യൂബ് ബൈ 3EI. നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ മെത്തേഡ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ, ഏരിയ മൊമെൻറ്റ് മെത്തേഡ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ചെയ്യാനുള്ളൂ. പക്ഷേ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യണം. മെത്തേഡ് നോക്കണം. പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെത്തേഡൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏരിയ മൊമെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം, അതല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാം. പക്ഷേ ഡെറിവേഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡിൽ മാത്രമേ ചെയ്യാവുള്ളൂ, അപ്പോഴേ മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ 0 മാർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഈ 2 മോഴ്സ് തിയറം അപ്ലൈ ചെയ്താൽ മതി. BM ഡയഗ്രാം വരയ്ക്കുക, ഏരിയ കാണുക, മൊമെൻറ്റ് ഓഫ് ഏരിയ കാണുക. ഏരിയയെ EI കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സ്ലോപ്പ് കിട്ടി. മൊമെൻറ്റ് ഓഫ് ഏരിയയെ EI കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടി. ഇറ്റ്സ് ഓക്കെ. ഇതാണ് കാൻറ്റിലിവർ ബീം ക്യാരിയിങ് പോയിന്റ് ലോഡ്. സാധാരണഗതിയിൽ മൊമെൻ്റ് ഏരിയ ചോദിക്കുന്നത് മറ്റത് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കും.
ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 8 മാർക്കിന്. Explain moment area method for finding out the slope and deflection of a cantilever beam with the UD load over the entire span. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എന്താ വ്യത്യാസം? ഇവിടെ പോയിന്റ് ലോഡിന് പകരം UD ലോഡ്, W per യൂണിറ്റ് ലെങ്ത്. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. For finding out slope and deflection of a cantilever beam with UD load over the entire span. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ഡ്രോ ദി BM ഡയഗ്രാം. ഇതിൻ്റെ BM ഡയഗ്രാം എങ്ങനെ വരുന്നത്? BM ഡയഗ്രാം പാരാബോളിക് കർവാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണല്ലോ വരിക അല്ലേ? നമ്മളൊരു എക്സ് എടുക്കുമ്പോൾ W(x × x/2) x² വരും. സോ പാരാബോളിക് കർവ് ആയിരിക്കും അതിൻ്റെ BMൻ്റെ ഇക്വേഷൻ വരുന്നത്. സെക്കൻഡ് ഇക്വേഷൻ x ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ പാരാബോളിക് കർവ് BM ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഡ്രോ ദ ബീം വിത്ത് ഗിവൺ UD ലോഡ്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ത് എഴുതണം? ഡ്രോ ദ BM ഡയഗ്രാം ആസ് ഷോൺ ഇൻ ദ ഫിഗർ എന്ന് പറഞ്ഞിട്ട് ഡയഗ്രാം വരയ്ക്കാം. എന്നിട്ട് മോഴ്സ് തിയറം നമ്പർ 1 എഴുതണം. മോഴ്സ് തിയറം 1 എന്താണ്? സ്ലോപ്പ് അറ്റ് എനി പോയിന്റ്, സ്ലോപ്പ് θx at any point on the beam θx is equal to area of the BM diagram divided by EI എന്ന് പറഞ്ഞിട്ട് എഴുതാം. is equal to find out the area of the BM diagram. ഇതിൻ്റെ ഏരിയ എത്രയാണ് വരുന്നത്? ഇതിൻ്റെ ഏരിയ എത്രയാണ്? ഇത് നമ്മളുടെ ഹാഫ് BH ആണ് മറ്റേലെടുത്തത്. ഇത് പാരാബോളിക് കർവ് ആണ് വരുന്നതെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് എത്രയാണ്? This is the given span L, and what is the maximum BM in this case? Maximum BM എത്രയായിരിക്കും? UD ലോഡ് ആണെങ്കിൽ W into L into L/2 W L²/2 അല്ലേ? W L²/2. അപ്പോൾ 2/3 ഓഫ് ഏരിയ ആൻഡ് 1/3 ഓഫ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അത് 1/3. കർവ് ഇങ്ങനെയാണെങ്കിൽ അത് 2/3. ഏരിയ എടുക്കുക ഡിവൈഡ് ബൈ EI. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോഴ്സ് തിയറം നമ്പർ 2, മൊമെൻറ്റ് ഓഫ് ഏരിയ ഓഫ് ദ BM ഡയഗ്രാം. ഇവിടത്തേക്ക് മൊമെൻ്റ് എടുക്കുക, ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഏരിയ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടും. ഇപ്പോൾ നമ്മൾ BM ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചില്ലേ കാന്റിലിവർ ബീമിൽ UD ലോഡ് വരുന്ന സമയത്ത്? അതേ മെത്തേഡ് തന്നെ അത് ഉപയോഗിച്ച് ഇതിൽ അത് എഴുതാം. മോഴ്സ് തിയറം നമ്പർ 2, ഡിഫ്ലക്ഷൻ അറ്റ് എനി പോയിന്റ് YX is equal to മൊമെൻറ്റ് ഓഫ് ഏരിയ ഓഫ് ദ BM ഡയഗ്രാം ഡിവൈഡ് ബൈ EI. അവിടെ എഴുതി വെച്ചാൽ മതി. പിന്നെ ഒന്നും ചെയ്യാനില്ല, വാല്യൂസും തന്നിട്ടില്ല, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട. അത് അത്രയും ഫിഗർ വരയ്ക്കുക, അവിടെ എഴുതി വെക്കുക. ഓക്കെ, പോയിന്റിലോട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യന്. മൊമെൻ്റ് ഏരിയ മെത്തേഡിൽ കാന്റിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്. ഓക്കെ, പിന്നെ ഒരെണ്ണം വന്നിട്ടുള്ളത് എ കാന്റിലിവർ 2 meter long is loaded with a concentrated load of 1 kilonewton at the free end
and uniformly distributed load of 2 kilonewton per meter over a length of 1.2 meters from the fixed end. If E is equal to 11 kilonewton per mm square and I equals 66 into 10 raised to 6 mm raised to 4, calculate the deflection at the free end. അതൊരു ഡിഫറെൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു കാൻലിവർ ബീമാണ്, ഫ്രീ എൻഡിൽ ഒരു പോയിന്റ് ലോഡ് പിന്നെ യു ഡി ലോഡ് ഓവർ എ ലെങ്ത് ഓഫ് 1.2 മീറ്റർ ഫ്രം ദ ഫിക്സ്ഡ് എൻഡേ ഉള്ളൂ, ഫുൾ ലെങ്ത്തിലില്ല. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഏപ്രിൽ 2020 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഏപ്രിൽ 2020. എ കാൻഡിലിവർ 2 meter ലോങ് A cantilever 2 meter long is loaded with a point load of 1 kilonewton at the free end, and the UD load of 2 kilonewton per meter. 2 kilonewton per meter over a length of 1.2 meter. മൊത്തം ലെങ്ത്തിലില്ല, 1.2 meter ലെങ്ത്തിലേ ഉള്ളൂ from the fixed end. E is given as 11 kilonewton per mm squared. I equals 66 into 10 raised to 6 mm raised to 4. Calculate the deflection at the free end. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വ്യത്യാസം, ഇതിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിലെങ്ങനെ കാണും. മാക്സിമം നേരത്തെ നമ്മൾ പ്രോബ്ലം ചെയ്തു, അത് രണ്ടിൻ്റെയും ഫോർമുല രണ്ടും കണ്ടിട്ട് ആഡ് ചെയ്യാനുള്ളതായിരുന്നു. അതേപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ എന്താണ് ഡിഫറൻസ്? ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യങ്സ് മോഡൽസ് തന്നത് 11 kilonewton per mm square ആണ്. ഇത് mm square തന്നെയാണ്, പക്ഷേ ഇത് kilonewton ആണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇത് തന്നെയാണെന്ന് എഴുതി വെക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞത് kilonewton per meter square ആണെങ്കിൽ അതും ന്യൂട്ടൺ per mm square സെയിം ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ kilonewton per mm square ആണ്, മീറ്റർ സ്ക്വയർ അല്ല, mm square ആണ്. അപ്പോൾ ഇതിനെ ന്യൂട്ടൺ per mm square ആക്കാൻ 11 kilonewton ന്യൂട്ടൺ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 10 raised to 3 ആയി ന്യൂട്ടൺ per mm square ആയി. ഓക്കെ, കിലോമീറ്ററിനെ ന്യൂട്ടൺ ആക്കി കൺവേർട്ട് ചെയ്തു. ഇത് mm raised to 4 തന്നെയാണ്. പിന്നെ ലോഡ് W is equal to 2 kilonewton per meter is equal to 2 Newton per mm തന്നെയാണ്. Then L equal to 2 meter equal to 2000 mm. 2 into 10 raised to 3. L1 equals 1.2 meter equals 1.2 into 10 raised to 3 or 1200 mm. ഇത്രയുമാണ് ഡാറ്റ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഡിഫറൻസ് എന്താണ്? യു ഡി ലോഡ് ഫുൾ ലെങ്ത്തിലില്ല, പാർഷ്യൽ യു ഡി ലോഡാണ്. യു ഡി ലോഡ് ഈസ് ഓവർ എ ലെങ്ത് ഓഫ് 1.2 meters. ഇത് നമുക്കറിയാം. ഫ്രീ എൻഡിലാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം സ്ലോപ്പ്? സ്ലോപ്പ് കാണുന്ന ഫോർമുല സേ എ ബി ആൻഡ് സി, 3 പോയിന്റ് മാർക്ക് ചെയ്യുക. മാക്സിമം സ്ലോപ്പ് ഇവിടെ ശ്രദ്ധിക്കുക, കർവേച്ചർ വരക്കുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ കർവേച്ചർ ഇങ്ങനെ തന്നെയാണ് വരിക. പക്ഷേ മാക്സിമം സ്ലോപ്പ് അറ്റ് ബി കാണുമ്പോൾ തീറ്റ ബി അല്ലെങ്കിൽ ഐ ബി ഈക്വൽസ് രണ്ടെണ്ണം വരും. തീറ്റ ബി 1 ഡ്യൂ ടു പോയിന്റ് ലോഡ്. എന്താ ഫോർമുല? ദാറ്റ് ഈസ് WL²/2EI. അറിയാലോ, മാക്സിമം സ്ലോപ്പ് WL²/2EI. അവിടെ എൽ ഏതെടുക്കണം? എൽ ഫുൾ ലെങ്ത് ആണ്, 2 meter അല്ലെങ്കിൽ 2000 millimeter ആണ് അവിടെ എൽ എടുക്കേണ്ടത്. ഈ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, ഐ അത് mm raised to 4 തന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീറ്റ B1 കിട്ടി. അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, യൂണിറ്റ് സെയിം ആക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡ്യൂ ടു പോയിന്റ് ലോഡ് എത്രയാണ് സ്ലോപ്പ് എന്നുള്ളത് കിട്ടി. നൗ തീറ്റ B2 എന്ന് പറയുമ്പോൾ ഏതാണ്? ദ സ്ലോപ്പ് ഡ്യൂ ടു ദ യു ഡി ലോഡ്. അതെങ്ങനെ കാണും? അതിന് ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ അല്ലേ? എന്നായിരിക്കും നിങ്ങളുടെ സംശയം. ഫുൾ ലെങ്ത്തിൽ യു ഡി ലോഡ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളൂ. പാർഷ്യൽ യു ഡി ലോഡാണ് സ്ലോപ്പ് കാണുന്ന ഫോർമുല. കാൻറ്റിലിവർ ബീം
കാൻഡിലിവർ ബീം വിത്ത് പാർഷ്യൽ യു ഡി ലോഡ്. അപ്പോൾ ഇത് എ ബി സി. അപ്പോൾ കർവേച്ചർ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മുതൽ ഇത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ലോഡൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് കർവേച്ചർ, ഇവിടുത്തെ കർവേച്ചറും സെയിം ആയിരിക്കും. എപ്പോഴാണ് ഡിഫറൻസ് വരിക? അത് കർവായിട്ട് വരുമ്പോഴാണ് ഓരോ പോയിന്റിലും ടാൻജൻറ്റ് മാറി മാറി വരിക. ഇവിടെ ദർ ഇസ് നോ ലോഡ്. അപ്പോൾ ഇവിടെ ലൈനായിട്ട് വരികയാണെങ്കിൽ ദ ടാൻജൻറ്റ് അറ്റ് ദിസ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു ദ സെയിം ടാൻജൻറ്റ് അറ്റ് ദിസ് പോയിന്റ്. ദാറ്റ് മീൻസ് ദ സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് സി ഈസ് ഈക്വൽ ടു ദ സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് ബി. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ പോയിന്റ് ലോഡ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് കണ്ട അതേ സ്ലോപ്പ് തന്നെയാണ് ഇവിടുത്തെ സ്ലോപ്പും. അപ്പോൾ ഇത് തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ 2 പ്രാവശ്യം ഇത് WL²/2EI. പക്ഷേ എന്താ ഒരു ഡിഫറൻസ്? ഇവിടെ എടുക്കുമ്പോൾ WL1²/2EI എന്ന് എടുക്കണം. L² അല്ല, L1². L1 എത്രയാണ്? 1200, 1.2 മീറ്റർ. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്ലോപ്പ് കിട്ടി അറ്റ് ദ മാക്സിമം സ്ലോപ്പ്. ഇപ്പോൾ എന്താ വ്യത്യാസം? WL²/2EI, WL1²/2EI രണ്ടും കൂടി ആഡ് ചെയ്തു. അതേപോലെ ഡിഫ്ലക്ഷൻ പോയിന്റ് ലോഡ് മാത്രമാണെങ്കിൽ YB1 എന്താ ഇക്വേഷൻ? WL³/3EI ഡ്യൂ ടു പോയിന്റ് ലോഡ്. അത് നമുക്ക് നേരത്തെ പഠിച്ച ഫോർമുല തന്നിട്ടുണ്ട്, പോയിന്റ് ലോഡ് അറിയാം. YB2 എന്താണ്? യു ഡി ലോഡ് മാത്രം വരികയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ്? പാർഷ്യൽ യു ഡി ലോഡാണ്. അപ്പോൾ എങ്ങനെ എടുക്കണത്? അതെങ്ങനെ എടുക്കണം? ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് സി ആണെങ്കിൽ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ YC പ്ലസ് ഈ ഡിസ്റ്റൻസ് ഇത് L-L1 ആണ്. എന്താ വരിക? ഇത് L1 ആണെങ്കിൽ ഇത് L-L1. ഇപ്പോൾ YC പ്ലസ് L-L1 ഇൻറ്റു IC. ഈ പോയിന്റിലെ സ്ലോപ്പ് എത്രയാണോ അതാണ് IC. ഈ ഡിസ്റ്റൻസ് L-L1 ഇൻറ്റു IC. അതും കൂടെ ഈ YCയുടെ കൂടെ കൂട്ടുമ്പോഴാണ് ഇവിടുത്തെ എന്ത് കിട്ടുക? ഡിഫ്ലക്ഷൻ കിട്ടുക. ആ ഒരു ഡിഫറൻസ് ഉണ്ട് പാർഷ്യൽ യു ഡി ലോഡ് ആകുമ്പോൾ. YC പ്ലസ് L-L1 ഇൻറ്റു IC. എന്താണ് YC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിഫ്ലക്ഷനാണ്. അതായത് WL1³/3EI. അതാണല്ലോ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ അല്ലേ? WL1³/6EI യു ഡി ലോഡാണ്. WL1³/6EI പ്ലസ് L-L1 ഇൻറ്റു IC. എന്താണ് ഇവിടുത്തെ IC? WL1² WL1⁴/8EI. YC ആണല്ലോ. YC WL1⁴/8EI പ്ലസ് L-L1 ഇൻറ്റു WL1³/6EI. ഇതുപയോഗിച്ച് YB2 കാണണം. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യണം. YB1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പോയിന്റോട് മാത്രമുള്ള കേസ്, വെറും പോയിന്റോട് മാത്രം WL³/3EI. മൊത്തം ലെങ്ത് എടുക്കുക. YB2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ കാണാൻ, ഈ ലോഡുകൾ ഉണ്ടാകുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ ബിയിൽ കാണാൻ YC പ്ലസ് L-L1 ഇൻറ്റു IC എന്നുള്ള ഫോർമുല. അതായത് ഇവിടുത്തെ ഡിഫ്ലക്ഷനോട് കൂടി L-L1 ഇൻറ്റു IC. അതാണ് L-L1 ഇൻറ്റു IC. സ്ലോപ്പ് WL1³/6EI, YC WL1⁴/8EI. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്നത് വാല്യൂ, ഈ വാല്യൂ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഡിഫ്ലക്ഷൻ ഇവിടുത്തത് കിട്ടും. റൈറ്റ്? അപ്പോൾ ഇത് മാക്സിമം സ്ലോപ്പ്, മാക്സിമം ഡിഫ്ലക്ഷൻ. അപ്പോൾ പാർഷ്യൽ യു ഡി ലോഡ് വരുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്? ബീംസ് ആൻഡ് ബെൻഡിങ് യൂണിറ്റ് 3 3 മെത്തേഡാണ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കാണാൻ. ഒന്ന് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, രണ്ടാമത്തത് മൊമെൻ്റ് ഏരിയ മെത്തേഡ് ഓർ യൂസിങ് മോഴ്സ് തിയറംസ്, ആൻഡ് തേർഡ് വൺ മെക്കോളേസ് മെത്തേഡ്. ഈ മെക്കോളേസ് മെത്തേഡ് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ റെയറാണ്. അതിൽ ക്വസ്റ്റ്യൻസ് ഇനി അതും കൂടെ ഞാൻ പറയാം, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്.
അതിൽ എന്താണ് ഡിഫറൻസ്? മെക്കാളേസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെക്കാളേസ് മെത്തേഡ് ഇപ്പം നമ്മൾ ഓരോ ലോഡിൻ്റെ കേസാണ് ഇപ്പോൾ പഠിച്ചത്. അതിന് പകരം നമ്പർ ഓഫ് ലോഡ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതിൽ സെവറൽ ലോഡ്സ്, 2-3 ലോഡുണ്ട്, എ ബി സി ഡി ഇ. ഇതിലുള്ള മാക്സിമം സ്ലോപ്പും ഡിഫ്ലക്ഷനും നമുക്ക് കാണണ്ടേ? ഇങ്ങനൊരു ഇത് തരികയാണെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. അതെല്ലാം ഇൻഡിവിജ്വൽ സെൻട്രൽ പോയിന്റ് ലോഡ്, യു ഡി ലോഡ്, അല്ലെങ്കിൽ ലോഡ് എടുത്ത ഫ്രീ എൻഡ്, കാൻലിവർ, സിംപ്ലി സപ്പോർട്ട് എല്ലാം പഠിച്ചത് നമ്മളതാണ്. ഇങ്ങനെ സെവറൽ ലോഡ്സ് വരികയാണെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മെക്കാളേസ് മെത്തേഡ്. മെക്കാളേസ് മെത്തേഡ് എന്താണ് ഡിഫറൻസ്? അവിടെ നമ്മൾ MX കാണുമ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അത് കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ജസ്റ്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങളിപ്പോൾ നോക്കണ്ട, അതിൻ്റെ വരികയാണെങ്കിൽ എൻ്റെ ചോയ്സ് അറ്റൻഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് കിട്ടുമ്പോൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ RIയും RBയും കണ്ടുപിടിക്കുക. ആസ് യൂഷ്വൽ റിയാക്ഷൻസ് കാണുക. റിയാക്ഷൻസ് കണ്ടിട്ട് നമ്മൾ 3 ലോഡ് ഉണ്ടെങ്കിൽ ഈ 3 ലോഡും കഴിഞ്ഞിട്ടാണ് ഒരു XX എടുക്കേണ്ടത്. XX ഒരു സെക്ഷൻ എടുക്കണം. അപ്പോൾ ഇത് W1, ഇത് W2, ഇത് W3 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഇതാണ് നമ്മൾ X ആയിട്ട് എടുക്കുന്നത്. ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ, ഈ ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ തരും. അപ്പോൾ എന്തായിരിക്കും MX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലോഡും നമ്മൾ എടുക്കേണ്ട മൊമെൻറ്റ് W1 ഇൻറ്റു X മൈനസ് ദിസ് ഡിസ്റ്റൻസ് പ്ലസ് W2 ഇൻറ്റു X മൈനസ് ദിസ് ഡിസ്റ്റൻസ് പ്ലസ് W3 ഇൻറ്റു X മൈനസ് ദിസ് ഡിസ്റ്റൻസ്. അതായിരിക്കും MX, ആ പോയിന്റിലുള്ള ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ്. അതാണ് EI ഇൻറ്റു d²/dx² = M എന്നുള്ള ഫോർമുലയിൽ ഈ MX എടുക്കുന്നത് EMX എടുക്കണം. എന്നിട്ട് ഓരോ സെക്ഷനിലെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്കപ്പ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഏത് പോയിന്റിലാണ് കാണേണ്ടത് ആ സെക്ഷൻ മാത്രം എടുക്കണം. ആ സെക്ഷനിലുള്ള സ്ലോപ്പും ഡിഫ്ലക്ഷനും മാത്രം കണ്ടുപിടിക്കുക. ഈ സെക്ഷനിലാണെങ്കിൽ 2 എണ്ണം എടുക്കണം, 2 സെഗ്മെൻറ്റ് എടുക്കണം. ഇതിലാണെന്നുണ്ടെങ്കിൽ 3 സെഗ്മെൻറ്റ് എടുക്കണം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് മെക്കാളേസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അത് രീതിയിൽ സെവറൽ ലോഡ്സ് വരുമ്പോൾ പ്രോബ്ലം ചെയ്യുന്ന ഒരു മെത്തേഡാണത്. വളരെ കൺവീനിയൻറ്റ് മെത്തേഡ്. അല്ലെങ്കിൽ ഇതിൽ ഈ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഫോർമുല ഉപയോഗിച്ച് സിംഗിൾ ലോഡ്സ് വരുന്ന സമയത്ത് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിൽ 2 ടൈംസ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻറ്റഗ്രേഷനിൽ നമുക്ക് സ്ലോപ്പ് കിട്ടുന്നു, രണ്ടാമത്തെ ഇൻറ്റഗ്രേഷനിൽ ഡിഫ്ലക്ഷൻ കിട്ടുന്നു, അല്ലേ? ജനറൽ പാർഷ്യൽ differential equation EI into d²y/dx² = M. അതിൽ EI Young's modulus and I moment of inertia, d²y/dx² second derivative of dy/dx. M moment, maximum moment, സെക്ഷനിലുള്ള മൊമെൻ്റ് എടുക്കണം. എന്നിട്ട് അതിനെ ഫസ്റ്റ് ഇൻറ്റഗ്രേഷൻ will give you the equation for slope and the second integration will give you the deflection at any point. മാക്സിമം സ്ലോപ്പ് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടാൻ ഏത് പോയിൻ്റാണോ നോക്കിയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം സ്ലോപ്പും മാക്സിമം ഡിഫ്ലക്ഷനും കിട്ടുന്നത്. ഓക്കെ, അതിന് മുമ്പ് C1 C2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കാണാനും ഏത് പോയിന്റിലാണോ dy/dx 0 ഉള്ളത് അത് ചെയ്യുമ്പോൾ C1 കിട്ടും. ഏത് പോയിന്റാണോ ഡിഫ്ലക്ഷൻ 0 ഉള്ളത്, y 0 ആകുന്നത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് C2 കിട്ടും. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇക്വേഷൻസ് ഫോം ചെയ്യുന്നത്. എന്നിട്ടാണ് മാക്സിമം സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. എല്ലാ കേസുകളും കാൻലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ്, കാൻലിവർ ബീം വിത്ത് UD ലോഡ്. എന്താണ് മാക്സിമം സ്ലോപ്പ്? രണ്ടും ഫ്രീ എൻഡിലായിരിക്കും. മാക്സിമം ഡിഫ്ലക്ഷനും ഫ്രീ എൻഡിലാണ്. കാൻലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് എടുത്ത ഫ്രീ എൻഡ് ആണെങ്കിൽ മാക്സിമം സ്ലോപ്പ് WL²/2EI, മാക്സിമം ഡിഫ്ലക്ഷൻ WL³/3EI. അതിന് UD ലോഡ് ആണെങ്കിൽ മാക്സിമം സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എൻഡ് WL³/6EI and maximum deflection WL⁻⁴/8EI. ഇനി സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ മാക്സിമം സ്ലോപ്പ് WL²/16EI and maximum deflection WL³/48EI. അത് തന്നെ സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് UD ലോഡ് ആണെങ്കിൽ മാക്സിമം സ്ലോപ്പ് WL³/24EI and maximum deflection 5WL⁻⁴/384EI.
ഓക്കെ. പിന്നെ ഏരിയ മൂവ്മെൻറ്റ് മെത്തേഡിൽ ആ 2 മോഴ്സ് തിയറം പഠിക്കുക. ആ മോഴ്സ് തിയറം വെച്ച് BM ഡയഗ്രാം വരച്ച് അതിൻ്റെ ഏരിയ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഏരിയ ഡിവൈഡ് ബൈ പ്രഷർ റിജിഡിറ്റി അത് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ മക്കോളസ് മെത്തേഡ്. അപ്പോൾ അതിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തു. അതെല്ലാം ഒന്ന് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. 9567154668 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. Thank you once again all of you for hearing my lecture on this subject, theory of structures 2. നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഈ 2 hours രാവിലത്തെ ഫസ്റ്റ് സെഷനിലും സെക്കൻഡ് സെഷനിലും കൂടിയായിട്ട് മാക്സിമം പറ്റാവുന്ന കവർ ചെയ്തിട്ടുണ്ട്. ഇനി എക്സാമിനേഷൻ വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പിന്നെ അത് ഫുള്ളായിട്ടൊന്നൊന്ന് റിവൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ. താങ്ക് യു. On and on. Bye.